പ്രിയപ്പെട്ടവരെ, നമുക്ക് അള്ളാഹു തന്നത് ഒരു ജീവിതമല്ല. മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ നീണ്ടു കിടക്കുന്ന ഒരു വലിയ സമസ്യയാണ്. അത് കടന്നു പോകുന്നത് വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെയാണ്. ഓരോ ഘട്ടങ്ങളും കഴിയുമ്പോൾ അതിന്റെ പ്രയാസങ്ങൾ കൂടിക്കൂടി വരും എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ ജീവിതത്തിന്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജസദ് തരാതെ, ശരീരം തരാതെ ആത്മാവുകളായി നമ്മെ നിലനിർത്തിയ ഒരു കാലഘട്ടം നമുക്കുണ്ട്. അവിടെ വെച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിച്ചത്, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ? ബലാവ റബ്ബിന, അതേ റബ്ബേ, നീ ഞങ്ങളുടെ റബ്ബ് തന്നെയാണ് എന്ന് അള്ളാഹു നമ്മളോട് ചോദിച്ചതും നമ്മൾ അള്ളാഹുവിന് ഉറപ്പ് കൊടുത്തതും മറുപടി കൊടുത്തതും അവിടെ വെച്ചാണ്. അവിടെ നിന്ന് അങ്ങോട്ട് അള്ളാഹു പിന്നീട് നമ്മെ എത്തിക്കുന്നത് ലംയകുൻ ശൈഅൻ മദ്കൂറ, ഓർക്കപ്പെടാൻ കഴിയാത്ത, സ്മരിക്കപ്പെടാൻ കഴിയാത്ത, പറയപ്പെടാൻ കഴിയാത്ത, എഴുതപ്പെടാൻ കഴിയാത്ത, വിശദീകരിക്കപ്പെടാൻ കഴിയാത്ത ഒരു രൂപത്തിലേക്ക് നമ്മെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റി. നാം ഒരു മനുഷ്യനാണോ, കല്ലാണോ, മരമാണോ, മൃഗമാണോ, ചെടിയാണോ, ഒന്നും പറയാൻ പറ്റൂല. അജ്ഞാതമായ ഒരു കാലഘട്ടം. അതിനെക്കുറിച്ചാണ് സൂറത്ത് ദഹ്റയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഒന്നാമത്തെ ആയത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞത്, ലം യകുൻ ശൈഅൻ മദ്കൂറ, അവനൊന്നും ആയിരുന്നില്ല. പിന്നീട് അവൻ എന്തൊക്കെയോ ആക്കി മാറ്റുന്നതിന് വേണ്ടി അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ ഒരു സിസ്റ്റം സംവിധാനിച്ചു. വഖലഖനാകും അസ്വാജ, ആണാകുന്ന പെണ്ണാകുന്ന രണ്ടിണകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തുണ്ടാക്കി. അവന്റെ ഉമ്മയുടെ ശരീരത്തിൽ അണ്ഡത്തിന്റെ രൂപത്തിലും ഉപ്പയുടെ ശരീരത്തിൽ ബീജത്തിന്റെ രൂപത്തിലും രണ്ട് പകുതിയായി അവൻ ഏതാനും കാലം കഴിഞ്ഞുപോയി. അവിടെ നിന്ന് അങ്ങോട്ട് അവരെ അള്ളാഹു ഒരുമിപ്പിച്ചു. ഉമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ, അവരുദ്ദേശിക്കുന്ന രൂപത്തിൽ നിങ്ങൾക്ക് രൂപം നൽകാൻ, കണ്ണ് നൽകാൻ, കാത് നൽകാൻ, കയ്യ് നൽകാൻ, കാല് നൽകാൻ, കരൾ നൽകാൻ, കിഡ്നി നൽകാൻ, കൽബ് നൽകാൻ, ആകാരം നൽകാൻ, ശരീരം നൽകാൻ, ബുദ്ധി നൽകാൻ, ചിന്ത നൽകാൻ, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് നിശ്ചിത കാലം നിർണയിച്ചു. ആ കാലഘട്ടത്തിൽ അവന്റെ ഓരോ വളർച്ചക്കും കൃത്യമായ തോതുകളും കൃത്യമായ നിയമങ്ങളും കൃത്യമായ പോഷകങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മയുടെ ഗർഭപാത്രത്തിൽ മുക്കിൽ കൊടിയിലൂടെ അവന് നൽകി. എന്നിട്ട് അവന് മരണത്തിന് അല്ലാഹു സമയം നിശ്ചയിച്ചതുപോലെ ജനനത്തിന് അല്ലാഹു സമയം നിശ്ചയിച്ചു. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഈ ദുനിയാവാകുന്ന പരീക്ഷണ കളരിയിലേക്ക്, പരിശോധന കളരിയിലേക്ക് വരാനുള്ള ഒരു സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നിർണയിച്ചു. ആ കൃത്യസമയത്ത്, ഒരു സെക്കൻഡ് മുന്നെയോ ഒരു സെക്കൻഡ് പിന്നെയോ ആവാതെ അല്ലാഹു അവന്റെ അജലിൽ എഴുതി വെച്ച കൃത്യമായ സമയത്ത് അവൻ ഈ ഭൂമി ലോകത്തേക്ക് പിറന്നു വീണു. പ്രായപൂർത്തിയായത് തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബ് ചാലുവാക്കി, അവന്റെ ഗ്രന്ഥം ചാലുവാക്കി. ആ ജീവിതത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മളുള്ളത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. ചുറ്റുപാടും ഒരുപാട് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പുറത്ത് ഒരുപാട് ആളുകൾ ജനിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മള് ചില സൈറ്റുകളൊക്കെ പരിശോധിച്ചാൽ അവിടെ ഈ ലൈവായിട്ട് മരണത്തിന്റെ കണക്കുകളും ജന്നത്തിന്റെ കണക്കുകളും രണ്ട് ഭാഗത്ത് ഇങ്ങനെ മാറി മറിയുന്നത് കാണാൻ പറ്റും. ജന്നത്തിന്റെ നിരക്കാണ് ഇപ്പൊ കൂടുതൽ. കാരണം 1900 160 കോടി മനുഷ്യരാണ് ലോകത്തുണ്ടായത് എങ്കിൽ 1.25 നൂറ്റാണ്ട് കൊണ്ട് മനുഷ്യന്റെ ജനസംഖ്യ 800 കോടിയിലധികമായി. അപ്പൊ ജന്നത്തിന്റെ നിരക്കാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മരണം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ജനനം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, ആ മരണത്തെയും നിയന്ത്രിക്കുന്നത് പടച്ചവനാണ്, ആ ജീവിതത്തെയും നിയന്ത്രിക്കുന്നത് പടച്ചവനാണ്. ഈ മരണമാകുന്ന ജീവിതമാകുന്ന രണ്ട് ചക്രങ്ങൾക്കിടയിൽ മനുഷ്യൻ അല്ലാഹു നിശ്ചയിച്ച ജീവിതത്തിന്റെ കാലാവധി എന്തിനു വേണ്ടിയാണെന്ന് അല്ലാഹു പറയുന്നു, ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നിങ്ങൾ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തനത്തെ നന്നാക്കുന്നത് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ്, നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുത്തി തരുന്നതിന് വേണ്ടിയാണ് ഈ ജീവിതമാകുന്ന ഒരു പരീക്ഷയുടെ കാലയളവ് നിങ്ങൾക്ക് തന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. പ്രിയപ്പെട്ടവരെ, ഈ ജീവിതം കഴിഞ്ഞ് നമുക്ക് പോകാനുള്ളത് ഖബറിലേക്കാണ്. ആ ഖബർ നമ്മുടെ ഒരു വീടാണ്. ആ ഖബർ ജീവിതത്തിന് നമ്മൾ സാധാരണ ആലോചിക്കാറുണ്ട്. നമ്മുടെ ആളുകളൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട്, കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട്, ഫ്ലൈറ്റ് പൊട്ടിത്തെറിച്ച് മരിച്ച ആളുകൾക്ക് എങ്ങനെയാണ് ഖബർ ജീവിതം ഉണ്ടാവുക? കപ്പലിൽ മുങ്ങി മരിച്ച ആളുകൾക്ക് എങ്ങനെയാണ് ഖബർ ജീവിതം ഉണ്ടാവുക?
കത്തിക്കരിഞ്ഞ് ധൂളികളായി പറന്നുപോയ ആളുകൾക്ക് എങ്ങനെയാണ് ഖബർ ജീവിതം ഉണ്ടാവുക? പ്രിയപ്പെട്ടവർ, അതൊരു സിസ്റ്റമാണ്. നമ്മള് ആ ഖബർ 6 അടി മണ്ണ് കുടിച്ച് അതിലേക്ക് ശരീരത്തെ ജസദിനെ വെക്കുന്ന ആ 6 അടി മണ്ണല്ല യഥാർത്ഥത്തിൽ ഖബർ ജീവിതത്തിന് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചത്. അത് വാതിൽ മാത്രമാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതേ ഹാളിൽ വെച്ച് നമ്മൾ മുമ്പേയും ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. അതൊരു വാതിലാണ്. ഈ ഹാള് നിങ്ങൾ നോക്കൂ, ഈ ഹാളിലേക്ക് കടന്നു വരാനുള്ള വാതിൽ എത്ര ചെറുതാണ്. പക്ഷെ ഇതിന്റെ ഉള്ളിലേക്ക് വന്നാൽ ഈ വാതിലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഹാളിന്റെ വലുപ്പം അത്രമാത്രം വലുതാണ്. അതേപോലെയാണ് ഖബർ എന്ന് പറയുന്നത് ബർസഖ് എന്ന വലിയ ലോകത്തേക്കുള്ള ഒരു വാതിലാണ്. ആ വാതിലിന്റെ അകത്തുകൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ബർസഖ് വളരെ വിശാലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവിശാലമായി സംവിധാനിച്ചു വെച്ച ആദം അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് ഇനി ഖിയാമത്ത് നാൾ വരെ ജനിക്കാതിരിക്കുന്ന സകല ആണിനും പെണ്ണിനും കഴിഞ്ഞുകൂടാൻ മാത്രം അള്ളാഹു സംവിധാനിച്ചു വെച്ച അജ്ഞാതമായ മനുഷ്യന്റെ മാപ്പിനികൾക്കോ അവന്റെ ലബോറട്ടറികൾക്കോ അവന്റെ ടെലസ്കോപ്പുകൾക്കോ കണ്ടെത്താൻ സാധിക്കാത്ത അജ്ഞാതമായ ഒരു ലോകമാണ് ബർസഖ്. നമ്മളെല്ലാവരും അതിലേക്ക് പോകേണ്ടതുണ്ട്. എങ്ങനെ മരണപ്പെട്ടാലും, ആകാശത്തിന്റെ വീതിയിൽ വെച്ച് മരണപ്പെട്ടാലും, ഭൂമിക്കടിയിൽ വെച്ച് മരിച്ചാലും, കടലിനടിയിൽ വെച്ച് മരിച്ചാലും, മരണപ്പെട്ട് ധൂളികളായി മാറിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാവിനെ ബർസഖ് എന്ന ലോകത്തിലേക്ക് എത്തിക്കുകയും അവിടെ ഈ പ്രപഞ്ചത്തിന്റെ നിയമത്തിന്റെ ഭാഗമായി അള്ളാഹു സംവിധാനിച്ച ആ ചോദ്യങ്ങളിലൂടെ, ഉത്തരങ്ങളിലൂടെ, രക്ഷയിലൂടെ, ശിർക്കയിലൂടെ, കറാമത്തിലൂടെ, ദില്ലത്തിലൂടെ ആത്മാവിനെ കൊണ്ടുപോവുക തന്നെ ചെയ്യും. അതിലൊരു സംശയമില്ല. പ്രിയപ്പെട്ടവരെ, ആ ഖബറിന്റെ ഒരു പ്രത്യേകത, മറ്റൊരു ജീവിതത്തിനില്ലാത്ത ഖബറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊറ്റക്കാണ്. നമ്മളൊറ്റക്കാണ് അനുഭവിക്കേണ്ടത് മുഴുവൻ നമ്മളൊറ്റക്കാണ്. വേറെ എവിടെയും ഉമ്മയുടെ ഗർഭപാത്രം ഒഴിച്ചാൽ വേറെ എവിടെയും നമ്മൾ ഒറ്റക്ക് അങ്ങനെ കിടന്നിട്ടില്ല. ഉമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് നമ്മുടെ ഓരോ അനക്കങ്ങളും നമ്മുടെ ഉമ്മ അറിയുന്നുണ്ട്, ഓരോ ഞരക്കങ്ങളും നമ്മുടെ ഉമ്മ അറിയുന്നുണ്ട്. നമ്മുടെ നല്ല ഒരു ജനനത്തിനു വേണ്ടി, നമ്മുടെ ആരോഗ്യത്തിനു വേണ്ടി നമ്മുടെ ഉമ്മ സദാ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഖബറിന്റെ അകത്ത് മറ്റാരും നമ്മുടെ രക്ഷയോ ശിക്ഷയോ അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒറ്റക്കാണ്. ആ ഖബറിൽ എത്ര കാലം കിടക്കേണ്ടി വരും? സുബ്ഹാനല്ലാഹ്, പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ സഹസ്രാബ്ദങ്ങളോ. 1.5 സഹസ്രാബ്ദമായി നമ്മുടെ പ്രിയപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. 1.5 സഹസ്രാബ്ദം. എത്രയോ സഹസ്രാബ്ദങ്ങളായി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ബർസഖിലാണ്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ബർസഖിലാണ്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ബർസഖിലാണ്. ഫിർഔൻ എന്ന ധിക്കാരിയായ മനുഷ്യൻ സഹസ്രാബ്ദങ്ങളായി ബർസഖിൽ കിടന്ന് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, വേദനയും പീഡനങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖബറിന്റെ ഭീകരമായ അദാബിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വലിയ താടിയുള്ള മനുഷ്യനാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് മുന്നേ ഈ ചരിത്രം. വലിയ നീണ്ട താടിരോമങ്ങൾ, തിങ്ങി നിറഞ്ഞ താടിരോമങ്ങളുള്ള മനുഷ്യൻ. അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിലിരിക്കുമ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വല്ലാത്തൊരു രസമാണ്, വല്ലാത്തൊരു സൗന്ദര്യമാണ്. അദ്ദേഹത്തിന്റെ താടി ഇങ്ങനെ അദ്ദേഹത്തിന്റെ മടിയിലേക്ക് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടാവും, സുന്ദരമായ താടി. ആ താടിരോമങ്ങൾ പലപ്പോഴും നനഞ്ഞു കുതിരാറുണ്ടായിരുന്നു അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞിട്ട്, ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞിട്ട്. നമ്മുടെയൊക്കെ കണ്ണുകൾ, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞ് നിറഞ്ഞിട്ട് എത്ര നാളായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബഖീയിലേക്ക് കയറി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കണ്ണ് ഉണങ്ങിക്കിടക്കില്ല. ആ കണ്ണ് നിറഞ്ഞ് കവിൾത്തടത്തിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകി താടിരോമങ്ങൾക്കിടയിലൂടെ ആ കണ്ണുനീരിന്റെ തുള്ളികൾ പ്രവേശിച്ച് അവസാനം ആ തിങ്ങി നിറഞ്ഞ താടിരോമങ്ങൾ നനഞ്ഞു കുതിർന്ന് ആ താടിരോമങ്ങളിലൂടെ വെള്ളച്ചാല് പോലെ കണ്ണീരിങ്ങനെ ഒഴുകാൻ തുടങ്ങുന്നതാണ്. പലപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സഹാബികൾ ചോദിക്കും, ഉസ്മാൻ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? നിങ്ങൾ എന്താണ് ഇത്രമാത്രം നിങ്ങളെ കരയിപ്പിക്കുന്നത് ചോദിക്കും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പലപ്പോഴും പറയുമായിരുന്നു, ഇതാണ് ഒരു മനുഷ്യന്റെ രക്ഷയും ശിക്ഷയും നിർണ്ണയിക്കുന്ന ആദ്യത്തെ വീട്. ഇവിടെ ഒരാൾ രക്ഷപ്പെട്ട അയാൾ എന്നെന്നും രക്ഷപ്പെട്ടു. ഇവിടെ ഒരാൾ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഈ മണ്ണ് കാണുമ്പോ, ഈ വീട് കാണുമ്പോ, ഈ ദാറുകൾ കാണുമ്പോ എന്റെ ഉള്ളിൽ വല്ലാത്തൊരു ഉൾക്കിടിലമാണ്, പേടിയാണ് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. പറയുമ്പോൾ അശ്റത്തുൽ മുബശ്ശിരീനിൽപ്പെട്ട മനുഷ്യനാണ്. സ്വർഗം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുത്ത മനുഷ്യനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. എങ്കിലും ആ ഖബർ കാണുമ്പോ അദ്ദേഹം അറിയാതെ കരഞ്ഞു പോകുമായിരുന്നു എന്നാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ഖബറിൽ വെച്ചാണ് നമുക്കുള്ള ആദ്യത്തെ കറാമത്ത് കിട്ടുക. അള്ളാഹു നമുക്ക് നൽകുന്ന ആദ്യത്തെ ബഹുമാനം, ആദരവ് ആദ്യം നമുക്ക് കിട്ടുക ആ ഖബറിൽ വെച്ചാണ്. മരണത്തിന് ശേഷം ആദരിക്കപ്പെട്ട ഒരുപാട് മനുഷ്യന്മാരുടെ ചരിത്രത്തെക്കുറിച്ച് ഇസ്ലാമിക ചരിത്ര പാഠങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്.
ബഹുമാനിക്കപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ട്. യഥാർത്ഥ ബഹുമാനം എന്ന് പറയുന്നത്, യഥാർത്ഥ ആദരവ് എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ, ആ മരണത്തിന് ശേഷം കിട്ടുന്ന ആദരവാണ്. ഇവിടെ ഏതെങ്കിലും ഒരു വീട്ടിലോ ഒരു സ്ഥാപനത്തിലോ പോയാൽ നമ്മൾ കാണുമ്പോൾ എല്ലാവരും എഴുന്നേറ്റിക്കുക, നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുക, നമ്മുടെ അഭിപ്രായം പറഞ്ഞാൽ ആരും സ്വീകരിക്കും. ഇതൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള ആദരവ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിലുള്ള ആദരവ് എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ ആ മലക്കുകൾ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു കഫൻ പുടവുണ്ട്. ഇവിടെ എത്ര വില കൂടിയ കഫൻ പുടവ വാങ്ങിച്ചിട്ടും കാര്യമില്ല. മലക്കുകൾ കൊണ്ടുപോകുന്ന കഫൻ പുടവ, രണ്ട് രീതിയിലുള്ള കഫൻ പുടവയുമായിട്ടാണ് വാനലോകത്ത് നിന്ന് മലക്കുകൾ വരിക. ഒന്നാമത്തെ കഫൻ പുടവ സ്വർഗത്തിൽ നിന്നുള്ള വെളി കൊടുത്ത കഫൻ പുടവയുമായിട്ടാണ് മലക്കുകൾ വരിക. സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധദ്രവ്യങ്ങളിൽ നിന്നുള്ള സുഗന്ധദ്രവ്യമായിട്ടാണ് മലക്കുകൾ വരിക. അങ്ങനെ അവര് ആകാശലോകത്തേക്ക് കൊണ്ടുപോകുമ്പോ ആകാശത്തുള്ള മലക്കുകൾ ഇങ്ങനെ ചോദിക്കും, ഇതാരാണ് ഈ മനുഷ്യൻ, ആരാണെന്ന് ചോദിക്കുമ്പോ ആ ചോദിക്കുന്ന മലക്കുകളോട് ഈ കൊണ്ടുപോകുന്ന മലക്കുകൾ പറയും, എന്താ പറയാറിയോ, ഏറ്റവും നല്ല പേരുകൊണ്ട് ഈ മനുഷ്യൻ ഈ ദുനിയാവിൽ വെച്ച് അവൻ വിളിക്കപ്പെടാൻ ആഗ്രഹിച്ച ഏറ്റവും നല്ല പേരുകൊണ്ട് ഈ മലക്കുകൾ ആ മനുഷ്യനെ പരിചയപ്പെടുത്തുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് യഥാർത്ഥത്തിലുള്ള ആദരവ് പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിലൊക്കെ ആ ആദരവ് കിട്ടിയ എത്രയോ മനുഷ്യന്മാരെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഒരുപാട് തവണ കേട്ട് തഴപ്പിച്ച ചരിത്രമാണ് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. അൻസാരിയായ ഒരു സഹാബിയാണ്. ആ സഹാബിയുടെ ചരിത്രം കരയാതെ നമുക്ക് കേൾക്കാൻ കഴിയോ? ആ സഹാബിയുടെ ചരിത്രം കരയാതെ നമുക്ക് പറഞ്ഞു തീർക്കാൻ സാധിക്കുമോ? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഷഹീദായി രക്തം വാർന്നിട്ടാണ് മരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ടെന്റിന് കാവല് നിന്ന് അള്ളാന്റെ റസൂലിനെ ഏൽക്കേണ്ടിയിരുന്ന അമ്പ് സ്വന്തം ശരീരം കൊണ്ട് ഏറ്റുവാങ്ങി ആ മാരകമായി മുറിവിൽ നിന്ന് രക്തം വാർന്നൊലിച്ച് അവസാനം ഷഹാദത്ത് നേടി ഷഹീദായിട്ട് സഅദ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ മയ്യിത്ത് ചുമന്നു കൊണ്ടുപോകുന്ന രംഗം ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മയ്യിത്ത് ചുമന്നു കൊണ്ടുപോയിട്ട് ആ ഖബർസ്ഥാനിൽ അങ്ങോട്ട് വെച്ചപ്പോ സഹാബികൾ പറയാണ്, യാ റസൂലല്ലാഹ്, സഅദ് നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള മനുഷ്യനാണ്, നല്ല ഉയരവും നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ്. പക്ഷേ ഞങ്ങള് സഅദിന്റെ മയ്യിത്ത് ചുമന്നപ്പോ ഒരു ഭാരവും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല കേട്ടോ. സഅദിന് ഭാരമില്ലാത്തതുപോലെയാണ്, ഒരു പഞ്ഞിക്കെട്ട് ചുമക്കുന്നത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സഹാബത്ത് പറഞ്ഞു. സാധാരണ മരണപ്പെട്ട് കഴിഞ്ഞാൽ 50 കിലോ ഉള്ളൊരു മനുഷ്യനാണെങ്കിൽ 100 കിലോ ഭാരം നമുക്ക് തോന്നിക്കും. അത് മരിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് ശരീരത്തിന്റെ ഭാരം കൂടുകയും ചെയ്യും, അതോടൊപ്പം കൂടുതൽ ഭാരം തോന്നിക്കുകയും ചെയ്യും. മയ്യിത്ത് ചുമക്കുന്ന സ്ഥിരമായി തോളത്ത് വെക്കുന്ന ആളുകൾക്കറിയാം. പക്ഷെ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ സംഗതി നേരെ വിപരീതം. സഹാബത്ത് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, അവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് ഖബറടക്കിയിട്ട് ആ ഖബർ മൂടിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോടായി സംസാരിച്ചു. സഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സഅദ് മരിച്ചപ്പോ ഈ പ്രപഞ്ചത്തിൽ 3 കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മറ്റാരും മരിക്കുമ്പോഴും അത് സംഭവിക്കാറില്ല. സഅദ് മരിച്ചപ്പോ 3 കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത്, സഅദിന്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ട ആ നിമിഷം ആകാശത്തിന്റെ വാതിലുകൾ മുഴുവൻ സഅദിന് സ്വാഗതം പറഞ്ഞുകൊണ്ട് തുറക്കപ്പെട്ടിട്ടുണ്ട്. സാധാരണ ഒരു മനുഷ്യന്റെ റൂഹ് ഈ ലോകത്ത് നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ ആകാശത്തേക്ക് കൊണ്ടുപോയി ആകാശത്തിന്റെ കാവൽ മലക്കുകളോട് അനുവാദം ചോദിച്ച് അനുവാദം കിട്ടി ഒന്നാമത്തെ ആകാശത്തിന്റെ വാതിൽ തുറന്ന് രണ്ടാമത്തെ ആകാശത്തിന്റെ മലക്കുകളോടും കാവൽ ചോദിച്ച് അവിടുന്ന് തുറന്ന് അങ്ങനെ ഓരോ ഇടത്തും അനുമതി കിട്ടിയാണ് 7ാമത്തെ ആകാശം വരെ എല്ലിയൂണിലേക്കാണ് മുഅ്മിനീങ്ങളുടെ ആത്മാവിനെ കൊണ്ടുപോവുക. അവിടെ പേര് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഖബറിലേക്ക് വരിക. പക്ഷെ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണം സംഭവിച്ചപ്പോ അദ്ദേഹത്തിന്റെ ജസദും റൂഹും വേർപെട്ട ആ നിമിഷം ആകാശത്തിന്റെ വാതിലുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു, ഇഫ്തഹൂ യാ അബ്വാബസ് സമാ, ആകാശത്തിന്റെ വാതിലുകളെ നിങ്ങൾ തുറക്കുക, സഅദിനെ സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾ തുറക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിന്റെ വാതിലുകളോട് കൽപ്പിച്ചു. രണ്ടാമത്തായി തുറക്കപ്പെട്ട ആകാശത്തിന്റെ വാതിലുകളിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രത്യേകമായി നിർണയിക്കപ്പെട്ട, അള്ളാഹുവിനാൽ പ്രത്യേകമായി കൽപ്പന നൽകപ്പെട്ട 70,000 മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. സഅദിനെ ബഹുമാനിക്കാൻ, സഅദിനെ ആദരിക്കാൻ, സഅദിന് ഇക്റാം നൽകാൻ ആകാശത്തിന്റെ വാതിലുകളിലൂടെ 70,000 മലക്കുകൾ താഴേക്ക് ഇറങ്ങി വന്നു. അവരോട് അള്ളാഹു കൽപ്പിച്ചു, സഅദിന്റെ മയ്യിത്ത് ചുമക്കേണ്ടത് മനുഷ്യരല്ല, നിങ്ങളാണ്. തെറ്റ് ചെയ്യാത്ത അള്ളാഹുവിന്റെ മുഖർറബുകളായ മലക്കുകൾ, അള്ളാഹുവിന്റെ അടുത്ത മലക്കുകൾ പ്രത്യേക കൽപ്പന പ്രകാരം സഅദ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മയ്യിത്ത് ചുമക്കുന്നതിന് വേണ്ടി വാനലോകത്ത് നിന്ന് ഇറങ്ങി വന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അതുകൊണ്ടാണ് എന്റെ അസ്ഹാബുകളെ സഅദിന്റെ മയ്യിത്ത് ചുമന്നപ്പോ നിങ്ങൾക്ക് ഭാരം തോന്നാതിരുന്നത്. കാരണം സഅദിന്റെ മയ്യിത്ത് ചുമക്കുന്നതിന് വേണ്ടി 70,000 മലക്കുകൾ പരസ്പരം മത്സരിക്കുകയായിരുന്നു. 70,000 മലക്കുകൾ പരസ്പരം മത്സരിക്കുകയായിരുന്നു സഅദിന്റെ മയ്യിത്ത് ചുമക്കുന്നതിന് വേണ്ടി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതായി ഒരു കാര്യം കൂടി സംഭവിച്ചു. സഅദിന്റെ മരണം ഉണ്ടായപ്പോ അള്ളാഹുവിന്റെ അർശ് ഉറച്ചു. അള്ളാഹുവിന്റെ അർശ് ഉറച്ചു. കാരണം അള്ളാഹുവിന് എത്രമാത്രം ഇഷ്ടമായിരുന്നു സഅദിനെ, അള്ളാഹുവിന് എത്രമാത്രം സ്നേഹമായിരുന്നു സഅദിനെ. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് സഅദ് റളിയല്ലാഹു അൻഹുവിന് ഇത്രമാത്രം സ്ഥാനവും മാനവും ബഹുമാനവും കിട്ടാൻ കാരണം? നന്മയുടെ താക്കോലായിരുന്നു സഅദ് റളിയല്ലാഹു അൻഹു. അങ്ങനെയുണ്ട് മനുഷ്യന്മാരിൽ ചിലർ നന്മയുടെ താക്കോലുകളായിരിക്കും, ചിലർ തിന്മയുടെ താക്കോലുകളായിരിക്കും. ചിലർ നന്മക്ക് എവിടെയും അവരെവിടെ എത്തിയാലും അവിടെ ഒരു നന്മക്ക് തുടക്കം കുറിക്കും, അവിടെ ഒരു നല്ല കാര്യത്തിന് തുടക്കം കുറിക്കും. ചിലർ എവിടെ എത്തിയാലും അവിടെ ഒരു ചീത്ത കാര്യത്തിന്, ഒരു വൃത്തികേടിന്, ഒരു അധർമ്മത്തിന് അവരവിടെ തുടക്കം കുറിക്കും. അങ്ങനെ രണ്ട് രീതിയിലുള്ള മനുഷ്യന്മാരുണ്ട്. സഅദിന്റെ ചരിത്രം പറയുന്നു, ബദർ യുദ്ധത്തിൽ അസന്നിഗ്ധമായ ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളെയും അൻസാറുകളെയും അഭിമുഖീകരിച്ച് സംസാരിക്കുന്നുണ്ട്. എന്ത് ചെയ്യും? ആയിരക്കണക്കിന് പടയാളികളാണ് സർവ്വസന്നാഹത്തോടുകൂടി മക്കയിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ളത്. അവരെ നേരിടുക എന്നതല്ലാതെ മറ്റൊരു വഴിയും നമ്മുടെ മുന്നിലില്ല. നമ്മുടെ കയ്യിൽ ആയുധങ്ങളില്ല, വിഷന്നൊട്ടിയ വയറാണുള്ളത്, കണ്ണ് മുഴുവൻ തുറക്കാൻ പോലും കഴിയുന്നില്ല, പട്ടിണിയാണ് ദിവസങ്ങളായി, നോമ്പാണ്, നോമ്പ് 17 ദിവസങ്ങളോളം നോമ്പ് തുറന്നിട്ടുള്ളത് പച്ചക്കാരക്കയും പച്ചവെള്ളവും കുടിച്ചിട്ടാണ്. എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആരോഗ്യമില്ലാത്ത സ്വഹാബത്തിനോട് റസൂല് പറയാണ്, നമ്മുടെ മദീന പട്ടണത്തെ സംരക്ഷിക്കൽ നമ്മുടെ ഉത്തരവാദിത്വമായി വന്നിരിക്കുന്നു, നമുക്ക് പ്രതിരോധിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് പറഞ്ഞപ്പോ മുഹാജിറുകൾ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരായി എഴുന്നേറ്റ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ ആത്മാവ് അങ്ങക്ക് പണയം, അള്ളാഹുവിന് പണയം, ഞങ്ങൾ തയ്യാറാണ്, എന്തിനും ഞങ്ങൾ തയ്യാറാണ്. അൻസാറുകളുടെ ഭാഗത്ത് നിന്ന് പ്രതികരണമൊന്നും വന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മഹാഭൂരിപക്ഷം വരുന്ന അൻസാറുകളുടെ നേരേക്ക് തിരിഞ്ഞിട്ട് അവരോട് ചോദിച്ചു, അൻസാറുകളെ, എന്താണ് നിങ്ങളുടെ പ്രതികരണം, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അവിടെ ആ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ടാണ് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുന്നത്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ആ വാക്കുകൾ ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ എത്ര ചരിത്രങ്ങൾ വായിച്ചാലും അത്രത്തോളം രോമാഞ്ചമുണ്ടാക്കുന്ന, അത്രത്തോളം കണ്ണ് നിറയിക്കുന്ന, അത്രത്തോളം ആവേശമുണ്ടാക്കുന്ന, അത്രത്തോളം ഈമാനിന്റെ ഗ്രാഫ് ഉയർത്താൻ കഴിയുന്ന മറ്റൊരു ചരിത്രത്തിലെ വാക്കുകൾ കാണാനോ കേൾക്കാനോ വായിക്കാനോ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കഴിയില്ല. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, അങ്ങ് ആർത്തരക്കുന്ന കടലിന്റെ തിരമാലയിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചു കൊണ്ടുപോയാലും മുങ്ങി മരിക്കാൻ തയ്യാറായിട്ട് അങ്ങയുടെ കൂടെ ഞങ്ങൾ വരും. ചുട്ടുകൊള്ളുന്ന മരുഭൂമിയുടെ മണൽത്തരികളിലൂടെ നഗ്നപാതരായി ബർക്കുൽ റിമാദിലൂടെ അങ്ങ് കടന്നുപോയാൽ മരണം മുന്നിൽ കണ്ട് ഞങ്ങൾ അങ്ങയുടെ കൂടെ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അദ്ദേഹം അത് പറഞ്ഞപ്പോ അൻസാറുകൾ മുഴുവൻ അത് ഏറ്റു പറഞ്ഞു. അത് തക്ബീറിന്റെ ധ്വനികളായി മാറി, ആവേശത്തിന്റെ അലതല്ലലായി മാറി. ആ ഒരു നിമിഷമൊക്കെ നിങ്ങൾ അൻസാറുകൾ ആകെ എന്ത് ചെയ്യണം, എന്ത് പറയണമെന്ന് ചിന്തിച്ചു നിൽക്കുമ്പോ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഒരു നന്മയുടെ താക്കോലായി അവിടെ മാറാൻ, ഒരു നന്മയുടെ തിരി കൊടുക്കാൻ, അങ്ങനെയുള്ള മനുഷ്യരെ അള്ളാഹു വല്ലാതെ ഇഷ്ടപ്പെടും പ്രിയപ്പെട്ടവർ. അങ്ങനെയുള്ള മനുഷ്യരെ അള്ളാഹു ചേർത്തു പിടിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അത്തരത്തിലുള്ള മനുഷ്യരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. പല സന്ദർഭങ്ങളിലും സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഇതുപോലുള്ള ഇടപെടലുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സഅദിനെ ഇത്രയും വലിയ സ്ഥാനം നൽകിയത്. ഞാൻ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ഉറങ്ങാൻ വേണ്ടി അങ്ങേയറ്റം ആഗ്രഹിച്ച് ഖന്ദഖിന്റെ ഭൂമിയിൽ, അഹ്സാബിന്റെ ആ യുദ്ധത്തിന്റെ ഭൂമിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ സഅദ് റളിയല്ലാഹു അൻഹു ആയുധം അണിഞ്ഞു വന്നിട്ട് റസൂലിനോട് പറഞ്ഞു, റസൂലല്ലാഹ്, അങ്ങ് കിടന്നുറങ്ങിക്കോ, എന്റെ നെഞ്ചിൽ കൂട് തകർത്ത് ഞാൻ മരിച്ചു കഴിഞ്ഞാലല്ലാതെ അങ്ങയുടെ നേർക്ക് ഒരു മുള്ളു പോലും തറക്കില്ലെന്ന് പറഞ്ഞ ആ ടെന്റിന് കാവൽ നിൽക്കുമ്പോഴാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന് മാരകമായ പരിക്കേൽക്കുന്നതും അദ്ദേഹം ഷഹീദാവുന്നത്. അദ്ദേഹത്തെ അള്ളാഹു ബഹുമാനിച്ചു. അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ 3 സംഗതികളുണ്ടായി. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഗതി കൂടി പറഞ്ഞു, ഒരു കാര്യം കൂടി പറഞ്ഞു. എന്താ പ്രവാചകൻ പറഞ്ഞെന്നറിയോ? ആരെങ്കിലും ഈ ദുനിയാവിൽ, ആരെങ്കിലും ഈ ലോകത്ത് അള്ളാഹുവിന്റെ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ, ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന്, ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദിന് അള്ളാഹു സുബ്ഹാനഹു വ തആല
ഒരു ഉസുറു നൽകുമായിരുന്നു. സാദിന് അതിൽ നിന്ന് ഒരു 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 വിടുതൽ നൽകുമായിരുന്നു. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? സാദിനെ പോലും കബറിഞ്ഞെടുക്കും. അതായത് ഏതൊരു മനുഷ്യന്റെ ആത്മാവിന് അഹ്ലൻ വ സഹലൻ എന്ന് ഓതിയിട്ട് ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടുവോ, ഏതൊരു മനുഷ്യന്റെ ജസദിനെ ചുമക്കുന്നതിന് വേണ്ടി 70,000 മലക്കുകളെ അല്ലാഹു പ്രത്യേകമായി പറഞ്ഞയച്ചോ, ഏതൊരു മനുഷ്യന്റെ മരണത്തിന് അനുശോചനം അറിയിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ അദീമായ അർശ് വിറച്ചുവോ, അതേ മനുഷ്യൻ പോലും ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, മിസ്കീനുകളും ഫഖീറുകളുമായ ഞാനും നിങ്ങളും അമലിന്റെ വിഷയത്തിൽ പൈസ മുതൽ ചിലപ്പോൾ ഒരുപാടുണ്ടാവും. അമലിന്റെ വിഷയത്തിൽ, ഈമാനിന്റെ വിഷയത്തിൽ, ഇഖ്ലാസിന്റെ വിഷയത്തിൽ, ഖുശൂഇന്റെ വിഷയത്തിൽ, തവാദുഇന്റെ വിഷയത്തിൽ അങ്ങേയറ്റം മിസ്കീനുകളും ഫഖീറുകളുമായ എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കണം പ്രിയപ്പെട്ടവരെ. ആ ഖബറിൽ വെച്ച് അല്ലാഹു നൽകുന്ന ഇക്റാം, ആ ഖബറിൽ വെച്ച് അല്ലാഹു നൽകുന്ന അദമത്ത്, അതാണ് നമ്മുടെ ജീവിതത്തിൽ കിട്ടാനുള്ള ഏറ്റവും വലിയ ബഹുമാനവും ആദരവുമെന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. മഹാനായ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയും. അദ്ദേഹം ബദറിൽ അബൂലഹബിന്റെ മോനെ കൊന്നു. അബൂലഹബിന്റെ മോന് വലിയ വീമ്പളക്കിക്കൊണ്ട് ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹുവിന്റെ മുന്നിൽ വന്നു. അദ്ദേഹത്തെ വധിച്ചു, അയാളെ വധിച്ചു, അബൂലഹബിന്റെ മോനെ വധിച്ചു. അതിന് പകരമായി ഈ അബൂലഹബിന്റെ ഒരു കുടുംബക്കാരി ഒരു സത്യം ചെയ്തു. അവരിങ്ങനെ മുടി അഴിച്ചിട്ടിട്ട് അവർ പറഞ്ഞു, ആസിമിന്റെ രക്തം കൊണ്ടല്ലാതെ, ആസിമിന്റെ രക്തം എന്റെ 2 കൈയിലും എടുത്തുകൊണ്ട് ഈ പറയുന്ന എന്റെ മുടിയിലേക്ക് തഴുകിയിട്ടല്ലാതെ ഞാൻ എന്റെ മുടി കെട്ടുകയില്ല. ആരെങ്കിലും ആസിമിന്റെ തലയോട് എനിക്ക് കൊണ്ടുവന്ന് തന്നാൽ ആസിമിന്റെ തലയോട് നിറയെ അതിന്റെ തൂക്കത്തിന് സമാനമായ സ്വർണം ഞാൻ അവർക്ക് സമ്മാനമായി നൽകും എന്ന് ഈ പറയുന്ന അബൂലഹബിന്റെ കുടുംബക്കാരെ നിശ്ചയിച്ചു. അതിന്റെ കുറച്ചു കാലം കഴിഞ്ഞിട്ടാണ് ബിർ മഅൂനിന്റെ സംഭവം ഉണ്ടാകുന്നത്. 70ഓളം ഹാഫിദീങ്ങളെ, ഖാരികളെ കൊന്നുകളഞ്ഞ സംഭവം. ആ 70 ഖാരികളിൽ മഹാനായ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മരണമൊക്കെ പ്രിയപ്പെട്ടവരെ കേട്ട് കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈമാൻ വല്ലാതെ വർദ്ധിക്കുന്ന രൂപത്തിൽ എത്തിക്കുന്ന ആ ഒരു ഷഹാദത്താണ് ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ആസിമിന് അറിയാമായിരുന്നു തന്റെ ശരീരത്തെ മ്യൂട്ടിലേറ്റ് ചെയ്യാൻ, തന്റെ ശരീരത്തെ വികൃതവൽക്കരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് മുശ്രിക്കുകൾ എന്ന് ആസിമിന് അറിയാമായിരുന്നു. ഷഹാദത്തിന്റെ അവസാനത്തെ ആ ശ്വാസത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിന്റെ തൊട്ടു മുന്നേ ആസിം റളിയല്ലാഹു അൻഹു അല്ലാഹുവോട് പ്രാർത്ഥിച്ചു, യാ അല്ലാഹ്, സത്യത്തിനു വേണ്ടിയാണ് ഞാൻ നിലകൊണ്ടത്, എന്റെ കലിമത്തിനു വേണ്ടിയാണ് ഞാൻ പർവ്വതം പോലെ ഉറച്ചു നിന്നത്. അതുകൊണ്ട് റബ്ബേ, എന്റെ അവസാന ശ്വാസത്തിന് ശേഷം എന്റെ ശരീരം നീ അവർക്ക് വിട്ടുകൊടുക്കരുത് റബ്ബേ, എന്റെ ജസദ്, എന്റെ മയ്യിത്ത് നീ സംരക്ഷിക്കണം റബ്ബേ എന്ന് അള്ളാഹുവിനോട് ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു, ദുആ ചെയ്തു. എന്നിട്ട് അദ്ദേഹം ഷഹാദത്ത് വരിച്ചു, ഷഹീദായി. അദ്ദേഹത്തിന്റെ മരണവാർത്ത പരക്കെ മക്കയിൽ പരന്നു. ഈ കൊന്ന ആളുകൾ തന്നെ, ഈ കൊന്ന ഗോത്രക്കാര് തന്നെ ഈ ഓഫർ കിട്ടുന്നതിന് വേണ്ടി, ഈ സ്വർണം കിട്ടുന്നതിന് വേണ്ടി ആസിം റളിയല്ലാഹു അൻഹുവിന്റെ തലയറക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ തേടി വന്നു. ആ സമയം അത്ഭുതം പ്രിയപ്പെട്ടവരെ, എവിടെ നിന്നെന്നില്ലാതെ ആസിം റളിയല്ലാഹു അൻഹുവിന്റെ തലയറക്കാൻ വന്ന ആ ധിക്കാരികളുടെ നേരത്തേക്ക് ഒരു കടന്നൽ കൂട്ടം പാഞ്ഞെടുത്തു എന്നാണ് ചരിത്രം പറയുന്നത്. കടന്നൽ കൂട്ടം പാഞ്ഞെടുത്തു. തലങ്ങും വിലങ്ങും അവർ ആസിം റളിയല്ലാഹുവിന്റെ ശരീരത്തിലേക്ക് അടുക്കാൻ ശ്രമിച്ചിട്ടും അവർക്ക് തൊടാൻ കഴിയുന്നില്ല. 4 ഭാഗത്തും കടന്നലുകളാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം കൊടുത്തു. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹു, അല്ലാഹുവിന്റെ പട്ടാളത്തെ കുറിച്ച് അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല. നിസ്സാരമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഉറുമ്പുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ആ ഉറുമ്പുകൾ മാത്രം മതി മനുഷ്യന്റെ അത്യാധുനിക സംവിധാനത്തെ തകർക്കാൻ. പടച്ചോൻ അത്രേ കൊണ്ടുള്ളൂ. വരാനിരിക്കുന്ന വലിയ വിപത്താണ് യാജൂജ് മാജൂജ്. ആ യാജൂജ് മാജൂജിനെ അള്ളാഹു നശിപ്പിക്കുക അണുക്കളെ കൊണ്ടാണ്, സൂക്ഷ്മാണുക്കളിലൂടെയാണ് യാജൂജ് മാജൂജിനെ നശിപ്പിക്കുക. നമ്മളത് കണ്ടറിഞ്ഞവരാണ്. സർവ സന്നാഹങ്ങളും സാങ്കേതിക വിദ്യയുമുള്ള മനുഷ്യൻ ചൈനയും അമേരിക്കയും റഷ്യയുമെല്ലാം കുഞ്ഞൻ വലുപ്പമുള്ള ഭൂതക്കണ്ണാടി വെച്ച് മാത്രം നോക്കിയാൽ കാണാൻ കഴിയുന്ന അത്രയും ചെറിയ ഒരു വൈറസിന്റെ മുന്നിൽ, ഒരു സൂക്ഷ്മാണുവിന്റെ മുന്നിൽ സകല മാളുകളും സകല തെരുവീതികളും സകല റിസർച്ച് സെന്ററുകളും അടച്ചിട്ടുകൊണ്ട് വീട്ടിന്റെ ഉള്ളിൽ പരസ്പരം കൈകോർക്കാതെ, പരസ്പരം ഉമ്മയും മകനും ഉപ്പയും മകളും ഒന്ന് കെട്ടിപ്പിടിക്കാൻ കഴിയാതെ, അടുത്തു നിന്ന് നിസ്കരിക്കാൻ പോലും കഴിയാതെ ആ കുഞ്ഞൻ വൈറസിന്റെ മുന്നിൽ തോൽവി സംബന്ധിച്ച ചരിത്രം ആധുനിക മനുഷ്യന്റെ ചരിത്രത്തിൽ ഹിസ്റ്ററിയിൽ തന്നെയുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ആസിം ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ സംരക്ഷണം ഒരുക്കിയത് ഈ പറയുന്ന കടന്നലുകളെ കൊണ്ടാണ്. വൈകുന്നേരം വരെ അവരെ കാത്തുനിന്നു, പക്ഷെ ആ കടന്നലുകൾ അവിടുന്ന് അനങ്ങിയില്ല. അള്ളാഹുവിന്റെ ആ വലിയ സംരക്ഷണം ഏർപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന പൂർത്തീകരിച്ചുകൊണ്ട് ആ കടന്നൽ കൂട്ടം ആസിം ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിന്റെ ചുറ്റിലും അങ്ങനെ നിന്നു. രാത്രിയായപ്പോ ശക്തമായ മഴ പെയ്തു. ആ മഴയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആസിം റളിയല്ലാഹു അൻഹുവിനെ ബർസഖിയായ ലോകത്തേക്ക് സ്വീകരിച്ചു. അതേപോലെ അദ്ദേഹം നിന്ന ആ ഇടത്തു നിന്ന് ഭൂമിക്കടിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചോൻ തന്നെ തുറന്നക്കി. എത്ര ശ്രമിച്ചിട്ടും ആ ശരീരം ഒന്ന് തൊടാൻ, ആ മയ്യത്തൊന്ന് തൊടാൻ പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിന്റെ ശത്രുക്കൾക്ക് കഴിയില്ല. അവരുടെ ഉദ്ദേശം ആസിം റളിയല്ലാഹു അൻഹുവിന്റെ തലയെടുത്ത് കൊണ്ടുപോയി ആ പ്രാന്തത്തിൽ കൊണ്ടിന് കൊടുക്കുക എന്നുള്ളതായിരുന്നു. എന്നിട്ട് ആസിമിന്റെ രക്തം കൊണ്ട് അവൾക്ക് കയ്യില് രക്താക്കിയിട്ട് വേണം ആ മുടിയൊന്ന് കെട്ടാൻ, അതിനുവേണ്ടി അവൾ കാത്തിക്കാൻ. എന്നിട്ട് ആ തലയുടെ തൂക്കത്തിന് സമാനമായ സ്വർണം ഈ കൊണ്ടുവന്ന കാതകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ അവിടെ തയ്യാറായി നിൽക്കാൻ. തോറ്റുപോയി, ചൂളിപ്പോയി അള്ളാഹുവിന്റെ തീരുമാനത്തിന് മുന്നിൽ. അള്ളാഹു ബഹുമാനിച്ചു അള്ളാഹുവിന്റെ വലിയനെ, അള്ളാഹു ബഹുമാനിച്ചു, അള്ളാഹു ആദരിച്ചു അള്ളാഹുവിന്റെ വലിയനെ. പ്രിയപ്പെട്ടവരെ, എത്രയോ സംഭവങ്ങൾ മഹാനായ ആമിർ ബിൻ ജുമൈഹ് റളിയല്ലാഹു അൻഹു ഉഹുദ് യുദ്ധത്തിൽ ഷഹീദായ ഒരു സ്വഹാബിയാണ്. പിന്നീട് കാലങ്ങൾക്ക് ശേഷം ഉമവി ഭരണകാലത്ത് മുആവിയ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന സമയം ആ ഉഹുദിന്റെ ഭൂമിയിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി. ആ വെള്ളപ്പൊക്കത്തിൽ ഇത് ഒരു അസറാണ്, ഹദീസ് അല്ല, ഒരു അസറാണ്, സഹീഹായി സ്ഥിരപ്പെട്ടു വന്ന അസറുകളിൽപ്പെട്ട ഒരു അസറാണ്. അങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ ഈ പറയുന്ന ആമിർ ബിൻ ജുമൈഹ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം പുറത്തേക്ക് വന്നു. എത്രയോ വർഷത്തിന് ശേഷമാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിന് ഒരു പോറൽ പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. ഒരു പോറൽ പോലും ആമിർ ബിൻ ജുമൈഹ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രകാരന്മാർ നമുക്ക് കൃത്യമായി പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ ഹറാം റളിയല്ലാഹു അൻഹു ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയാണ്. അദ്ദേഹം മരണപ്പെട്ടപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹു അബ്ദുള്ളയോട് മറയില്ലാതെ സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹു ഒരാളോട് മറയില്ലാതെ സംസാരിച്ചിട്ടില്ല, പക്ഷേ അബ്ദുള്ളയോട് അള്ളാഹു മറയില്ലാതെ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഷഹാദത്തിന്റെ വേളയിൽ നിർബന്ധം പിടിച്ച റസൂലിന്റെ കൂടെ പോന്നതാണ്. പ്രായമായ മനുഷ്യനാണ്, പോരണ്ട എന്ന് പറഞ്ഞിട്ടും ആ ഷഹാദത്തിനോടുള്ള കൊതി കൊണ്ട്, ഷഹാദത്തിനോടുള്ള ദാഹം കൊണ്ട് നിർബന്ധം പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോന്നതാണ്. ആഗ്രഹം പോലെ തന്നെ കുത്തുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു ഉഹുദിന്റെ ഭൂമിയിൽ മരിക്കാൻ കിടക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമയോട് സംസാരിച്ചു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനുഷ്യൻ 40 വർഷത്തിന് ശേഷം അബ്ദുല്ലാഹി ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിന്റെ 40 വർഷത്തിന് ഇപ്പുറം ഒരു വെള്ളപ്പൊക്കത്തിൽ ഇതേപോലെ അദ്ദേഹത്തിന്റെ മയ്യത്ത് പുറത്തേക്ക് വന്നപ്പോ ഇന്നലെ കബറടക്കിയതുപോലെ, അല്ലെങ്കിൽ ഏതാനും മിനിറ്റുകൾ മുമ്പ് കബറടക്കിയതുപോലെ ശരീരത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതെ ബുഖാരിയുടെ അത്തറിൽ നമുക്ക് കാണാം. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നതാണ്, ഒരു പോറൽ പോലും ഏൽക്കാത്ത രൂപത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിസർവ് ചെയ്തു വെച്ചിട്ടുണ്ട്. ചില മനുഷ്യരുടെ ശരീരം അല്ലാഹു സുബ്ഹാനഹു വ തആല മണ്ണിനെ ഹറാമാക്കും, കുഴക്കൾക്കും ചിതലുകൾക്കും ഹറാമാക്കും. അത് അവർക്ക് അല്ലാഹു നൽകുന്ന ഇക്റാമാണ്. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന് ഒരു പോറൽ പോലും ഏൽക്കാത്ത രൂപത്തിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രൊട്ടക്ട് ചെയ്യും. ഒരു രോമം പോലും അതിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയില്ല. ഒരു ശരീരത്തിന്റെ ഒരു തൊലിപ്പുറത്തൊരു പാട് പോലും ഇല്ലാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യും. അവിടെ ആ പ്രവാചകന്റെ ഖബറിന്റെ പരിസരത്ത് ഒരു ചെറിയൊരു മണ്ണിടിച്ചിലുണ്ടായപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാല് പുറത്തു വന്നതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കുറെ കാലങ്ങൾക്ക് ശേഷം ആ കാല് ഇന്നലെ ഖബറടക്കിയതുപോലെ ഒരു വ്യത്യാസവുമില്ലാതെ അതേപോലെ സുന്ദരമായ പാദങ്ങളായി നിലനിന്നതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ പ്രിയപ്പെട്ടവരെ, എല്ലാ മുഅ്മിനുകളുടെയും ശരീരം മണ്ണ് തിന്നാതിരിക്കുകയില്ല എന്നൂടെ നമുക്ക് മനസ്സിലാക്കാം. സാധാരണഗതിയിൽ എല്ലാവരുടെയും ശരീരം മണ്ണിലേക്ക് ലയിക്കും, മണ്ണ് തിന്നും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി അനുഗ്രഹിച്ച, അള്ളാഹു പ്രത്യേകമായ ബഹുമതിയും ആദരവും നൽകിയ മനുഷ്യരുടെ ശരീരം മണ്ണ് തിന്നുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ടവരാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കൾ. അതുപോലെ തന്നെ ചില അള്ളാഹുവിന്റെ ഔലിയാക്കളൊക്കെ അവരുടെ ശരീരം മണ്ണ് തിന്നുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല
മരിച്ച് ആറടി മണ്ണിലേക്ക് വെച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ബഹുമാനവും ആദരവും ഇക്റാമും കിട്ടുന്നവരുടെ രൂപത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ, ഖബറിലൊരു മനുഷ്യന് കിട്ടാൻ പോകുന്ന ആദരവിനെ കുറിച്ചാണ്, ബഹുമാനത്തെ കുറിച്ചാണ്. എന്നാൽ ഇതൊക്കെ പഠിപ്പിച്ചിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഖബറിൽ കിട്ടാനിരിക്കുന്ന ദീനത്തിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖബറിൽ കിട്ടാനിരിക്കുന്ന ഹീനതയെക്കുറിച്ച്, നിന്ദതയെക്കുറിച്ച്, ശിക്ഷയെക്കുറിച്ച്, ഭയാനകമായ അദാബിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനെ ഖബറിലേക്ക് ഇറക്കി വെച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ചുറ്റിൽ നിന്നും തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് അവസാനത്തെ മനുഷ്യനും നടന്നുപോയി കഴിഞ്ഞാൽ 2 മലക്കുകൾ ആ ഖബറിലേക്ക് ഇറങ്ങി വരുമെന്നും ആ 2 മലക്കുകൾ ഏതാനും ചോദ്യങ്ങൾ ചോദിക്കുമെന്നും ആ ചോദ്യത്തിന്റെ ഉത്തരമനുസരിച്ചിട്ടായിരിക്കും പിന്നീട് അവന്റെ രക്ഷയും ശിക്ഷയും നിർണയിക്കുക എന്നുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ഖബറിലേക്ക് വെച്ചു കഴിഞ്ഞാൽ ചില ആളുകളൊക്കെ ഉസ്താദുമാരൊക്കെ വന്നിട്ട് ഈ സെൽഫിയും പറഞ്ഞു തരുന്നത്, 2 മലക്കുകൾ വരും, ആ മലക്കിൽ ഇന്ന ചോദ്യം ചോദിക്കും. പ്രിയപ്പെട്ടവരെ, കൊല്ലങ്ങളോളം അറബി ഭാഷ പഠിച്ച് കൊല്ലങ്ങളോളം ഖുർആനും ഹദീസും ആളുകൾക്ക് ദർസ് എടുത്തിട്ട് മരിച്ചുപോയാലും അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ലെങ്കിൽ ഇൽമല്ല അവിടെയുള്ള മറുപടിയുടെ മാനദണ്ഡം അമലാണ്. ഇൽമുള്ളത് കൊണ്ട് അവിടെ മറുപടി പറയാൻ കഴിയില്ല, അമല് കൊണ്ട് മാത്രമേ മറുപടി പറയാൻ പറ്റുള്ളൂ. ഖുർആൻ കൂട്ടി ഓതാൻ അറിയാത്തൊരു മനുഷ്യൻ, തപ്പിത്തടഞ്ഞ് മാത്രം ഓതാൻ അറിയുന്ന കൂലിപ്പണിയെടുക്കുന്ന ഒരു ചുമട്ടു തൊഴിലാളി മരിച്ചാൽ പ്രിയപ്പെട്ടവരെ, ആ മുൻകർണക്കീർ വന്ന് മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോ അല്ലാഹു റബ്ബി എന്ന് അല്ലാഹു പറയിപ്പിക്കും ആ മനുഷ്യരെ കൊണ്ട്. അയാൾ പറയുന്നത് അറബി കോളേജിൽ പോയിട്ടല്ല, അല്ലെങ്കിൽ അറബിയിൽ ബിരുദവും PhD എടുത്തതുകൊണ്ടല്ല, അള്ളാഹുവിന്റെ തൗഫീഖാൻ. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. ജീവിതത്തിൽ കാണിച്ചവരാണ് അവർ. എന്റെ റബ്ബ് അല്ലാഹുവാണ്, എന്റെ രക്ഷിതാവ് അല്ലാഹുവാണ്. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നമസ്കാരവും എന്റെ ബലികർമ്മവും എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ എല്ലാം 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 എന്റെ റബ്ബിനുള്ളതാണ്, എന്റെ രക്ഷിതാവിനുള്ളതാണ്. എന്റെ രക്തവും എന്റെ ജീവിതവും എന്റെ ജീവനും എന്റെ റബ്ബിനുള്ളതാണ് എന്ന് നാവ് കൊണ്ട് പ്രഖ്യാപിക്കുക മാത്രമല്ല, ജീവിതം കൊണ്ട് വരച്ചു കാണിച്ചവരാണവർ. അതുകൊണ്ടാണ് അവർക്കത് പറയാൻ സാധിക്കുന്നത്, അതുകൊണ്ടാണ് പറയാൻ കഴിയുന്നത്. അള്ളാഹു ഉറപ്പിച്ചു നിർത്തുകയാണ്. ഈ മുൻകർ നക്കീറിന്റെ രൂപത്തെക്കുറിച്ച് സ്ഥിരപ്പെട്ട ഹദീസുകളിൽ നമുക്ക് പറഞ്ഞു തരപ്പെട്ടിട്ടുണ്ട്. ഭീകരമായ രൂപമാണ്, ഇടിമുഴക്കം പോലുള്ള ശബ്ദമാണ്. അവരാ ഖബറിൽ വന്ന് നിൽക്കുമ്പോ ഏത് മനുഷ്യനും ഭയപ്പെട്ടു പോകും. പക്ഷേ ആ ഭയപ്പാടുകൾ ഒരു മുഅ്മിനിനെ ഈ ഉത്തരങ്ങൾ പറയുന്നതിൽ നിന്ന് ഒരിക്കലും തടയുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരികയാണ്. അവിടെ ആ ഉത്തരങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ മനുഷ്യന് സ്വർഗത്തിൽ നിന്നൊരു വാതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കും. രാവിലെയും വൈകുന്നേരവും അവൻ ആ ഖബറിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ആ വാതിലിലൂടെ സ്വർഗം കാണും. ആ മനുഷ്യൻ ഒറ്റ കാര്യം മാത്രമേ അള്ളാഹുവിനോട് പറയാനുണ്ടാവുള്ളൂ, വേറൊന്നുമില്ല. ഒരൊറ്റ ദുആ മാത്രം. ഖിയാമത്ത് നാളുവരെ ഇസ്രാഫീൽ 2ാമത്തെ തവണ കാഹളത്തിൽ ഊതുന്നത് വരെ ആ മനുഷ്യന് പറയാനുള്ളത് ഒറ്റൊന്നു മാത്രം. എന്തെന്നറിയോ? അല്ലാഹുമ്മ അഖിമിസ് സാഅ, അല്ലാഹുമ്മ അഖിമിസ് സാഅ. അല്ലാഹുവേ, ഒന്ന് ഖിയാമത്ത് നാളാക്കണേ, ഒന്ന് അന്ത്യനാളാക്കണേ. എന്റെ ഈ ഖബർ ജീവിതം അവസാനിച്ച് ഹത്താ അർജിഉ ഇലാ മാലി വ അഹ്ലി, നീ തുറന്നു തന്ന ഈ വാതിലിലൂടെ കാണുന്ന വിശാലമായ സാമ്രാജ്യത്തിലേക്ക്, കൊട്ടാരത്തിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക്, എന്റെ സമ്പത്തിലേക്ക്, എന്റെ സമ്പന്നതയിലേക്ക്, എന്റെ സുഖത്തിലേക്ക്, എന്റെ ഐശ്വര്യത്തിലേക്ക്, എന്റെ അനുഭൂതികളിലേക്ക് ഞാനൊന്ന് മടങ്ങട്ടെ റബ്ബേ എന്ന് ആ മനുഷ്യൻ രാവിലെയും വൈകുന്നേരവും ആവർത്തിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുമെന്നാണ്. പക്ഷേ രാവിലെ ആ അനുഗ്രഹങ്ങൾ കണ്ട് ദുആ ചെയ്യാൻ കൊണ്ടുറങ്ങും, വൈകുന്നേരവും ആ അനുഗ്രഹങ്ങൾ അയാൾ കാണും, പ്രാർത്ഥിക്കും, വീണ്ടും ഉറങ്ങും. അവരുടെ ആ ഖബർ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകും. എന്നാൽ അതേ സമയം പ്രിയപ്പെട്ടവരെ, എത്രയോ ഇൽമുണ്ടായിട്ടും അറിവുണ്ടായിട്ടും അറബി ഭാഷയിൽ നിപുണരായിരുന്നിട്ട് പോലും മുൻകർ നക്കീറിന്റെ മൻ റബ്ബുക എന്ന ചോദ്യത്തിന് എന്റെ നാശമേ എനിക്കറിയില്ല, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഞാൻ എവിടെയാണ്, എന്താണ് ഞാൻ പറയേണ്ടത് എന്ന് വിലപിച്ച മനുഷ്യർക്ക് നരകത്തിലേക്കുള്ള വാതിൽ തുറന്നു കൊടുക്കും. ആ നരകത്തിലേക്കുള്ള വാതിലിലൂടെ രാവിലെയും വൈകുന്നേരവും അവർ നരകം കാണും. ആ നരകം കാണുന്ന സമയം അവർ അല്ലാഹുവിനോട് പറയും, അല്ലാഹുമ്മ ലാ തുഖിമിസ് സാഅ, അല്ലാഹുമ്മ ലാ തുഖിമിസ് സാഅ. അല്ലാഹുവേ, ഈ ഖബറിൽ കിടന്ന് ഞാൻ അനുഭവിച്ചോളാം, ഈ ഖബറിലെ ദണ്ഡടികൾ ഞാൻ അനുഭവിച്ചുകൊള്ളാം, എന്നെ ആ നരകത്തിലേക്ക് നീ മടക്കല്ല റബ്ബേ, ഈ ലോകം നീ അവസാനിപ്പിക്കല റബ്ബേ എന്ന് മാത്രമായിരിക്കും ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യന് ദുആ ചെയ്യാൻ സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല
അന്ത്യനാൾ കൊണ്ട് ധൃതി കൂട്ടുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുവാനാകട്ടെ. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞാൽ തിരിഞ്ഞിങ്ങനെ ഇരിക്കും മദീന പള്ളിയിൽ നിന്ന്. തിരിഞ്ഞിരുന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കും, അല്ല നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും സ്വപ്നം കണ്ടിരുന്നോ? അങ്ങനെ പലപ്പോഴും പ്രവാചകൻ ചോദിക്കും. അപ്പോ സഹാബത്ത് സ്വപ്നം പറയും. സഹാബത്തിന് പല സൂചനകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും സ്വപ്നത്തിലൂടെ. ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്ത് കൊടുക്കും. അങ്ങനെ പല ദിവസങ്ങളിലും നടക്കാറുണ്ട്. ഒരു ദിവസം തിരിഞ്ഞിരുന്നിട്ട് റസൂൽ ഇതേപോലെ ചോദിച്ചു, വല്ല സ്വപ്നവും നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? സഹാബത്ത് പറഞ്ഞു, ഇല്ല നബിയെ, ഞങ്ങളൊന്നും ആരൊന്നും സ്വപ്നം കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ ഞാൻ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയിച്ചു തരാനുള്ള ഒരു സ്വപ്നം ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിശദീകരിക്കുന്ന വലിയ നീണ്ട ഹദീസാണത്. ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന നീണ്ട ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ ഉറക്കത്തിൽ രാത്രി 2 പേർ വന്ന് എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. അത് സ്വപ്നാണ്. എന്നിട്ട് അവരെന്നെ പരിശുദ്ധമായ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരു വിശാലമായ പരിശുദ്ധമെന്ന് തോന്നിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അവരെന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ അവരുടെ കൂടെ അജ്ഞാതമായ സ്ഥലത്തുകൂടെ ഞാൻ അങ്ങനെ നടന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ എന്റെ മുന്നിൽ 2 രൂപങ്ങൾ തെളിഞ്ഞു വന്നു. ഒന്ന് കിടക്കുന്ന രൂപമാണ്, 2 നിൽക്കുന്ന രൂപമാണ്. നിൽക്കുന്ന രൂപത്തിന്റെ കയ്യിൽ ഒരു വലിയ കല്ലുണ്ട്, വലിയ പാറക്കല്ലുണ്ട്. കിടക്കുന്ന രൂപത്തിന്റെ ആ കിടക്കുന്ന മനുഷ്യന്റെ തലയിലേക്ക് ആ പാറക്കല്ല് ഇയാൾ വലിച്ചെറിയുകയാണ്. പാറക്കല്ല് വലിച്ചെറിയുന്ന ആഘാതത്തിൽ തല പൊട്ടിച്ചതഞ്ഞ് ചിതറി ആ മനുഷ്യൻ മരണപ്പെട്ടു പോവാൻ. ആ ഏറിന്റെ ആഘാതത്തിൽ ആ കല്ലുരുണ്ട് കുറച്ചപ്പുറത്തേക്ക് തെറിച്ചു പോകുന്നു. ഈ മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുന്ന ഈ എറിയുന്ന മനുഷ്യൻ നടന്നുപോയി ആ കല്ലെടുത്ത് കൊണ്ടുവരുന്നു. അയാൾ ഇങ്ങോട്ട് തിരിച്ചെത്തുന്നതിന്റെ മുന്നേ ഈ മരണപ്പെട്ട തല ചതഞ്ഞുപോയ മനുഷ്യന്റെ തല പൂർവ്വരൂപത്തിലേക്ക് ആയിത്തീരുന്നു. വീണ്ടും ഇത് എറിയുന്നു. ഞാൻ വളരെ വേദനയോടെ പ്രയാസത്തോടെ എന്റെ കൂടെയുള്ള മനുഷ്യരോട് ചോദിച്ചു, എന്താണിത്? ഏതാണ് ഈ ലോകം? ഇത്രയും ക്രൂരമായ ശിക്ഷകൾ നടപ്പാക്കപ്പെടുന്ന ഈ ലോകം ഏതാണ് എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യർ പറഞ്ഞു, തീർന്നിട്ടില്ല, ഇനിയും കാണാനുണ്ടെന്ന് പറഞ്ഞ് അവരെന്നെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോവാൻ. അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോ ഞാൻ കാണുന്നത് വേറൊരു മനുഷ്യനെയാണ്. ആ മനുഷ്യനെ ഇരുമ്പിന്റെ ഒരു കല്ലൂബ് കൊണ്ട്, ഇരുമ്പിന്റെ ഒരു കൊളുത്തുകൊണ്ട് അയാളുടെ ഒരു കവിളിന്റെ ഒരു ഭാഗത്ത് നിന്ന് പിരടി വരെ വലിച്ചു കീറാൻ. വേദന കൊണ്ട് അയാൾ കരയുന്നുണ്ട്. അങ്ങനെ പിരടി വരെ മുറിച്ച് രക്തം വാർന്ന അയാൾ പടഞ്ഞ് ആ വേദന അനുഭവിച്ച് അത് കഴിയുമ്പോ പിന്നീട് അയാളുടെ ഇടതുഭാഗത്തുള്ള ആ കവിളിങ്ങനെ വലിച്ചു കീറാൻ തുടങ്ങാണ്. അത് വലിച്ചു കീറുമ്പോഴേക്ക് ഇപ്പുറത്തെ കവിള് പൂർവ്വരൂപത്തിലേക്ക് ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കാൻ വളരെ വേദനയോടെ ചോദിച്ചു, എന്താണിത്? ഞാൻ എന്താണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്? അവരോട് പറഞ്ഞു, കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾ ഇനിയും കാണാനിരിക്കുന്നു, മുന്നോട്ട് നടക്കുക. കുറച്ചുകൂടി മുന്നോട്ട് നടക്കുമ്പോ ഒരുപാട് സ്ത്രീ പുരുഷന്മാരുടെ കരച്ചിലാണ് ഞാൻ കേൾക്കുന്നത്, ആർത്തനാദം കേൾക്കാൻ. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയപ്പോൾ കാണാൻ കഴിഞ്ഞത് മോൾ ഭാഗം ഇടുങ്ങിയ, താഴ്ഭാഗം വിശാലമായ ഒരു വലിയ പാത്രം പോലുള്ള ഒരു സംവിധാനത്തിനകത്ത് എണ്ണമറ്റ സ്ത്രീ പുരുഷന്മാർ, എണ്ണമറ്റ നഗ്നരായ സ്ത്രീ പുരുഷന്മാർ അടിയിൽ നിന്ന് ആളിക്കത്തുന്ന തീയിൽ ഇങ്ങനെ വെന്തെരിഞ്ഞുകൊണ്ടിരിക്കാണ്. അവരെ ആഞ്ഞു ശ്രമിക്കുന്നുണ്ട് ആ ഒരു സംവിധാനത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ. പക്ഷേ അവർക്കൊരിക്കലും അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ കഴിയുന്നില്ല. അവരെങ്ങനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കാൻ. ഞാൻ ഒന്നും ചോദിച്ചു, എന്താണ് ഇതൊന്നും എനിക്ക് വിശദീകരിച്ചു തരൂ? എന്റെ കൂടെയുള്ള മനുഷ്യർ പറഞ്ഞു, തീർന്നില്ല, കുറച്ചുകൂടി പോകാനുണ്ട്, ഇനിയും കാണാനുണ്ടെന്ന് പറഞ്ഞ് അവരെന്നെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോയി. കുറച്ച് മുന്നോട്ടെത്തുമ്പോ എന്റെ മുന്നിൽ തെളിയുന്നത് ഒരു വലിയ രക്തത്തിന്റെ നദിയാണ്. രക്തത്തിന്റെ വലിയൊരു പുഴയാണ് എന്റെ മുന്നിൽ തെളിയുന്നത്. ആ പുഴയുടെ അങ്ങേ അറ്റത്ത് നിന്ന് ഒരു മനുഷ്യൻ കിതച്ചുകൊണ്ട് നീന്തി വരാൻ. അയാൾക്ക് ആ രക്തത്തിന്റെ ഗന്ധവും ആ രക്തത്തിന്റെ ആ കാഠിന്യവും ഒക്കെ അയാളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ആ നീന്തി കരക്കെത്തുമ്പോ കരയിലുള്ള ആളുകൾ ആ മനുഷ്യന്റെ നേർക്കേക്ക് കൂർത്ത കല്ലുകൾ വലിച്ചെറിയാൻ. ആ കല്ലേറ് കൊണ്ട് അയാൾ വീണ്ടും അതിന്റെ അറ്റത്തേക്ക് നീന്തി രക്ഷപ്പെടാൻ. പക്ഷെ അറ്റം കാണാൻ കഴിയാതെ അയാൾ വീണ്ടും നീന്തി ഈ അറ്റത്തേക്ക് വരുന്നു. ഇവിടുന്ന് വീണ്ടും എറിഞ്ഞുകൊണ്ട് അയാൾ ഓടിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടരെയാണ്, എന്റെ ഈ കാഴ്ച എന്റെ മനസ്സിനെ വല്ലാതെ വേദനപ്പെടുത്തി, വല്ലാതെ പ്രയാസപ്പെടുത്തി. അങ്ങനെ എന്റെ കൂടെ വന്ന മനുഷ്യർ, എന്നെ കൊണ്ടുപോകുന്നവർ, ആതിഥേയർ എനിക്ക് ഓരോ കാര്യങ്ങളും വിശദീകരിച്ചു തരികയാണ്. ഒന്നാമതായി തല ചതക്കപ്പെട്ട മനുഷ്യർ. ആ മനുഷ്യർ ആരാണെന്നറിയോ നബിയെ?
ഈ അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോകുന്നത് 2 മലക്കുകളാണ്. ആ മലക്കുകൾ പറഞ്ഞു കൊടുക്കാണ് ആ മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരൊരുപാട് നല്ല കാര്യങ്ങൾ കേട്ടിരുന്നു ജീവിതത്തിൽ. ഒരുപാട് പുസ്തകങ്ങൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, ഒരുപാട് ക്ലാസ്സുകളിൽ ഇരുന്നിട്ടുണ്ട്. പക്ഷേ ആ സംസാരങ്ങളോ ആ എഴുത്തുകളോ ആ കുത്തുബകളോ ആ ക്ലാസ്സുകളോ ഒന്നും ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ആ മലക്കുകൾ പറഞ്ഞു കൊടുക്കുക. അള്ളാഹു തലച്ചോറ് കൊടുത്തിട്ടും ആ തലച്ചോറ് കൊണ്ട് ഒന്ന് ചിന്തിക്കാനോ അതുകൊണ്ടൊന്ന് നന്നാവാനോ ആ മനുഷ്യന് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നരകമെന്ന ഭയാനകമായ അദാബ് വരുന്നതിന്റെ മുന്നേ ബർസഖിയായ ലോകത്ത് ആ മനുഷ്യർക്ക് ഒരുക്കി വെച്ച ശിക്ഷയാണത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ 2 മലക്കുകൾ പറഞ്ഞു കൊടുക്കാൻ ആലോചിച്ച് നോക്കണം പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം അതെത്രയോ വേദന ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. കാരണം സിറാത്ത് പാലം കിടക്കുമ്പോ മിന്നൽ പിണർപ്പിന്റെ വേഗത്തിൽ ഏറ്റവും ആദ്യം കടന്നുപോകാൻ അള്ളാഹു അവസരം കൊടുത്തിട്ടും ആ പാലത്തിന്റെ ഇപ്പുറത്ത് നിൽക്കും. എന്നിട്ട് തന്റെ ഉമ്മത്തിൽപ്പെട്ട ഓരോരുത്തരും ആ പാലം കിടക്കുമ്പോ അള്ളാഹുവെ നീ അവർക്ക് എളുപ്പാക്കി കൊടുക്ക് റബ്ബേ, അവർക്ക് എളുപ്പമാക്കി കൊടുക്ക് എന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും ഇങ്ങനൊരു രംഗം കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൽ നന്മ കേട്ട് കഴിഞ്ഞാൽ അത് ഈ ചെവിയിലൂടെ കേട്ട് മറുചെവിയിലൂടെ വിട്ടുകടഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ മരണത്തിന്റെ 1-ാം തീയതി തൊട്ട് ശിക്ഷ പോയിട്ടേ. ഒന്ന് ആലോചിച്ച് നോക്ക്, ആ കല്ല് തലയിലേക്ക് എറിയപ്പെടുന്നതിന് മുന്നേയുള്ള ആ നിമിഷം ഓരോ വട്ടവും തല ചതക്കപ്പെടുന്ന വേദന അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരിക്കട്ടെ. രണ്ടാമതായി ആ മലക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കാണ്. രണ്ടാമതായി കവിള് കീറി മുറിച്ച് പീഡിപ്പിക്കപ്പെടുന്ന ആ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനൊരു ഹോബിയുണ്ട്. അയാളുടെ ഹോബി എന്താണെന്ന് പറഞ്ഞാൽ രാവിലെ അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങും, എന്നിട്ട് ആരെങ്കിലൊക്കെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ അതങ്ങനെ ലോകം മുഴുവൻ പാടി നടക്കും. ദീപത്തിന്റെയും നമീമത്തിന്റെയും കാരമാണ് പ്രിയപ്പെട്ടവരെയും. നമ്മുടെ കയ്യിലുള്ള ഈ ഫോണുണ്ടല്ലോ, ഇതെത്രമാത്രം അതിലുള്ള സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, ഇതെത്രമാത്രം അപകടം പിടിച്ചതാണ് എന്ന് നാളെ കിതാബ് കൈ കിട്ടുമ്പോൾ മാത്രമേ മനസ്സിലാവൂ. അതിന്റെ മുന്നേ മനസ്സിലാക്കിയത് നമുക്ക് അന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ഫലമുണ്ട്, ഒരു ഫായിദ ഉണ്ടാവില്ല. അള്ളാഹു കാത്തിരിക്കട്ടെ. കൈകൾ കിട്ടുന്നത് എന്തിന്റെ പേരിലായാലും മറ്റൊരുത്തന്റെ കുറ്റവും കുറവും പറയാൻ അനുവാദമില്ല. ഒരു മുസ്ലിമിന് അള്ളാഹ് പറയാൻ നമ്മുടെ സൈക്കോളജിയിലേക്കാണ് പടച്ചോന്റെ ആ പോയിന്റ് വരുന്നത്, ആ ചൂണ്ടൽ വരുന്നത്. മരിച്ചു കിടക്കുന്ന നിങ്ങളുടെ ഒരു സഹോദരൻ, ആ സഹോദരൻ ഇതിങ്ങനെ പണ്ഡിതന്മാർ ഈ ഒരു സംഗതി വളരെ നമ്മുടെ മനസ്സിൽ തട്ടുന്ന രൂപത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഒരാള് മറ്റൊരാളെ ഒരു വീട്ടിലേക്ക് അതിഥിയായി ക്ഷണിച്ചു. അങ്ങനെ അതിഥിയായി ക്ഷണിച്ച് അയാളുടെ മുന്നിലേക്ക് ഭക്ഷണത്തിന്റെ പാത്രങ്ങൾ വെച്ചു കൊടുത്തു. ഭക്ഷണത്തിന്റെ പാത്രം വെച്ചു കൊടുത്ത് ഇറച്ചിയാണ്, നല്ല മാംസാഹാരം. അങ്ങനെ അതിങ്ങനെ കഴിക്കാൻ തുടങ്ങുമ്പോ മാംസത്തിന് എന്തോ ഒരു രുചി വ്യത്യാസം. അപ്പൊ ഇയാൾ ചോദിച്ചു, ഇത് എന്തിന്റെ മാംസമാണ്? അതിഥി ചോദിക്കാണ്, ഇത് എന്തിന്റെ ഇറച്ചിയാണ്? ഒരു രുചി വ്യത്യാസം ഉണ്ടല്ലോ, ഞാൻ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ലല്ലോ. അപ്പോ ആതിഥേയം പറയാണ്, അതൊരു മനുഷ്യന്റെ ഇറച്ചിയാണ്. എന്തായിരിക്കും ഇത് കഴിക്കാൻ നിന്ന മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? എന്നിട്ട് വീണ്ടും പറയാം, മനുഷ്യന്റെ ഇറച്ചിയോ? ഏത് മനുഷ്യന്റെ ഇറച്ചി? അതൊരു മരിച്ചുപോയ മനുഷ്യന്റെ ഇറച്ചിയാണ്. അസുഖം വന്നോ മറ്റോ മരിച്ചുപോയ ഒരു മനുഷ്യന്റെ ഇറച്ചി. വീണ്ടും ആകാങ്കലാപ്പിലായി. അപ്പൊ പറയാണ്, അത് നിന്റെ സ്വന്തം സഹോദരന്റെ ഇറച്ചിയാണ്. എന്തായിരിക്കും ആ അതിഥിയുടെ മനോവികാരം? എന്തായിരിക്കും ഒന്ന് ആലോചിക്കുന്നത്? അയാൾക്ക് വെറുപ്പും അറപ്പും അതോടൊപ്പം സങ്കടവും നിരാശയും ദേഷ്യവും ആ മനുഷ്യന്റെ മനോനില തെറ്റിപ്പോവും. അയാള് ആ ഇറച്ചിയിൽ നിന്ന് ഒരു തുണ്ടെങ്ങാനും അയാൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ സമനില തെറ്റിപ്പോവും. അത്രമാത്രം ഭീകരമായ ഒരു അനുഭവം ഇരിക്കും അയാളെ സംബന്ധിച്ചിടത്തോളം. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ കുറ്റം മറ്റൊരാളോട് പറയാ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ പച്ച ഇറച്ചി തിന്നുന്നത് പോലെയാണെന്നാണ് അള്ളാഹു പറയുന്നത്. അയ്യുഹിബ്ബു അഹദുക്കും, നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? അള്ളാഹ് ചോദിക്കാൻ, നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? മരിച്ചു കിടക്കുന്ന നിങ്ങളുടെ ഒരു സഹോദരന്റെ പച്ച ഇറച്ചി കടിച്ച് ചവച്ച് തിന്നാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ എന്ന് അള്ളാഹു ചോദിച്ചിട്ട് അള്ളാഹ് പറയാം, ഫകരിത്തുമോ, നിങ്ങളത് ഓർക്കുന്നു അല്ലേ? എനിക്കറിയാം നിങ്ങളത് ഓർക്കുന്നു. അള്ളാഹ് പറയാം, ഫകരിത്തുമോ, നിങ്ങളത് ഓർക്കുന്നുണ്ടല്ലേ? പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ സഹോദരന്റെ കുറ്റവും കുറവും പറയാൻ നിങ്ങൾക്ക് കഴിയുന്നത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അള്ളാഹു ഇതിനേക്കാൾ സുന്ദരമായി പ്രിയപ്പെട്ടവരെ ഇനി എങ്ങനെയാണ് നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഗീബത്തിന്റെയും നമീമത്തിന്റെയും ആ ഒരു സ്വഭാവത്തെ കുറിച്ച് വിശദീകരിച്ചു തരാം?
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഹാള് വിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകുന്നതിന് മുന്നേ ദൃഢനിശ്ചയപ്പെടുത്തുക. എന്റെ സഹോദരിമാരോട് പ്രത്യേകിച്ച് നസീഹത്തോട് പറയുകയാണ്, മറ്റുള്ളവരുടെ കുറ്റവും കുറവും നിങ്ങൾ സംസാരിക്കരുത്. സ്ത്രീകൾക്കിടയിലുള്ള പല ഫ്രണ്ട്ഷിപ്പും ആഴത്തിലാവുക, പല ഫ്രണ്ട്ഷിപ്പും കൂടുതൽ ആഴത്തിൽ ഡീപ്പായി മാറുക. വേറൊരു ശത്രുവിനെ പൊതുവായി ഇങ്ങനെ പ്രതിഷ്ഠിച്ചിട്ട് അതിനിങ്ങനെ കുറ്റം അങ്ങനെയുള്ള ഒരു പൊതു ശത്രുവിനെ ഉണ്ടാക്കി ആ പൊതു ശത്രുവിനെ കുറിച്ച് കുറ്റം പറഞ്ഞ് രണ്ടുപേര് തമ്മിൽ അടുക്കാൻ, അതൊരു ടോക്സിക് അടുപ്പാണ്, ടോക്സിക് റിലേഷൻഷിപ്പാണത്. അതൊരിക്കലും ഒരു മുസ്ലിമിനെ യോജിച്ചതല്ല. അങ്ങനെയുള്ള ആളുകളുമായി അടുക്കാനും പാടില്ല. നമ്മൾ ഈ അടുത്ത് നടന്ന ഒരു സൈക്കോളജി പഠനത്തിൽ, ആ പഠനം വായിച്ച് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. എന്താണെന്നറിയോ, ഈ പരസ്പരം ബാക്ക് ബൈറ്റിംഗ് പറയുന്ന, വേറൊരാളെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുന്ന, ദീപത്ത് പറയുന്ന ഭാര്യയും ഭർത്താവും മാനസികമായി നല്ലോണം അടുക്കത്രേ. സൈക്കോളജി പഠനമാണ്. അടുക്കും. കാരണം എന്താ, ഈ പണി ശൈത്താന്റെ പണിയാണ്. ശൈത്താൻ കൂടുതൽ അടുപ്പിക്കാൻ നോക്കും. ആ ഭാര്യയും ഭർത്താവിനെ തെറ്റിക്കാൻ ശ്രമിക്കുന്നത് ആരാണ്? പിശാചാണ്. അപ്പൊ ഈ പണിയെടുക്കുമ്പോ പിശാചിന് പിന്നെ അവര് പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നഷ്ടമാണല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവും തമ്മിലാണെങ്കിലും കുടുംബക്കാര് തമ്മിലാണെങ്കിലും അപ്പൊ നമ്മൾ സാധാരണ പറയുന്നൊരു വർത്താനം, ഞാൻ ഇല്ലാത്തൊന്നും പറഞ്ഞിട്ടില്ല, ഉള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഉള്ളത് പറയുന്നതിനാണ് ദീപത്ത് എന്ന് പറയുന്നത്. ഇല്ലാത്തത് ബുക്താനാണ്, ആരോപണമാണ്. ഉള്ളത് പറയുന്നതിനാണ് ദീപത്ത് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആരെങ്കിലും കുറിച്ച് ദീപത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഈ ക്ലാസ് കേട്ട് ആ ഗീബത്ത് പറഞ്ഞതിനെ കുറിച്ചൊക്കെ നമുക്ക് വല്ലാത്ത പശ്ചാത്താപവും പ്രായശ്ചിത്തൊക്കെ തോന്നി, നമ്മൾ എന്ത് ചെയ്യണ്ട, നേരെ പോയി എടി അല്ലെങ്കിൽ എടോ ഞാൻ നിന്നെ കുറിച്ച് ഇങ്ങനെ ഗീബത്ത് പറഞ്ഞു പോയിട്ടുണ്ട്, പൊരുത്തപ്പെടണം എന്ന് പറയണ്ട. പണ്ഡിതന്മാരത് ചെയ്യരുതെന്നാണ് പറഞ്ഞത്. കാരണം നിങ്ങൾ തമ്മിലുള്ള ബന്ധം അകലും. അത് അള്ളാഹു നിങ്ങൾക്ക് മറച്ചു വെച്ച ഒരു തെറ്റാണ്. നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, ആരോടാണോ നിങ്ങൾ അവരെ കുറിച്ച് കുറ്റം പറഞ്ഞത് അവരോട് പോയിട്ട് നല്ലത് പറയും. നമ്മളൊരു മനുഷ്യനെ കുറിച്ച് ആരോടാണോ കുറ്റവും മോശവും പറഞ്ഞത് അവരോട് അതേ മനുഷ്യനെ കുറിച്ച് പോയിട്ട് നന്മ പറഞ്ഞു കൊടുക്കുക, തിരുത്തി പറഞ്ഞു കൊടുക്കുക. അതല്ലാതെ ഇന്നെ പോയിട്ട് എന്ത് ചെയ്യണ്ട, ആ ഗീബത്ത് പറഞ്ഞവരോട് പൊരുത്തപ്പെടണം, മാപ്പാക്കണം എന്ന് പറയണ്ട. അവരെ കുറിച്ച് തിരിച്ചു പറയാ, അള്ളാഹുവിനോട് തൗബ ചെയ്യുക, അവരോട് നല്ല രീതിയിൽ വർത്തിക്കുക. പ്രിയപ്പെട്ടവരെ, ഗീബത്തും നമീമത്തും നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ മരണത്തിന്റെ 1-ാം തീയതി തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ശിക്ഷിക്കും ബർസഖിയായ ലോകത്ത് വെച്ച് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3-ാമത്തെ സ്ത്രീ പുരുഷന്മാരെ കുറിച്ച് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്. നഗ്നരായ സ്ത്രീ പുരുഷന്മാർ. പ്രിയപ്പെട്ടവരെ, 2025 ജീവിക്കുന്ന മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരും ആ പാത്രത്തിലുണ്ടാവും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മഹാഭൂരിപക്ഷം വരുന്ന സ്ത്രീകളും പുരുഷന്മാരും ആ പാത്രത്തിലുണ്ടാവും. സ്ത്രീകൾക്ക് മാത്രമല്ല ഇത് ബാധകം. ടൈറ്റ് ജീൻസും ടൈറ്റ് ബനിയനുമിട്ട് ശരീരത്തിന്റെ ആകാര വടിവുകൾ മുഴുവനും പ്രദർശിപ്പിച്ച് നടക്കുന്ന പുരുഷനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കും. ചില ആളുകളൊക്കെ കണ്ടിട്ടില്ലേ, നിസ്കരിക്കാൻ ഇങ്ങനെ അവരുടെ സ്റ്റഫിന്റെ പുറകിൽ അങ്ങനെ നിന്നുപോയാൽ അവരിട്ടിരിക്കുന്ന അണ്ടർവെയറിന്റെ ബ്രാൻഡ് എന്താണെന്ന് 3-4 വട്ടം കാണേണ്ട ഗതികേടാണ് പുറകിൽ നിന്ന് നിസ്കരിക്കുന്നവർക്ക്. അള്ളാഹു വെറുതെ കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, നഗ്നത മറക്കാനുള്ളതാണ്, ഔറാത്തുകൾ മറക്കാനുള്ളതാണ്. അത് പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്നവർ ശപിക്കപ്പെട്ടവരാണ്. മരണത്തിന്റെ 1-ാം തീയതി തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കും. അതോടൊപ്പം മേക്കപ്പ് ചെയ്ത്, ചുണ്ടിന് ചായം തേച്ച്, കണ്ണിന് ചായം പുരട്ടി, എന്നിട്ട് പർദ്ദക്കിറങ്ങുന്ന സ്ത്രീകൾ, മുഖത്തിന്റെ സൗന്ദര്യം പരമാവധി പ്രൊജക്ട് ചെയ്ത്, എന്നിട്ട് ഈ കാർമേഘത്തിന്റെ ഇടയിൽ ചന്ദ്രൻ ഉദിച്ചതുപോലെ തന്റെ മുഖത്തിന്റെ സൗന്ദര്യം ഇങ്ങനെ എല്ലാ മേക്കപ്പും ചെയ്ത് പ്രദർശിപ്പിച്ച് നടക്കുന്ന ആ ഉദ്ദേശം പഠിച്ചവൻ അറിയാലോ. പ്രിയപ്പെട്ടവർ, മുഖം മറക്കണോ വേണ്ടയോ എന്ന ചർച്ച വേറെ. മുഖം മറക്കൽ നിർബന്ധമാണെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പക്ഷേ ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി കണ്ണുമെഴുതി ലിപ്സ്റ്റിക്കുമിട്ട് മുഖത്ത് ചായവും തേച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന എത്രയോ സ്ത്രീകൾ. പ്രിയപ്പെട്ടവര്, എന്നിട്ട് ഈ ഇപ്പൊ സ്ത്രീകൾക്കിടയിലുള്ള പുതിയൊരു ട്രെൻഡാണ് ഡിയോഡറന്റ് ഉപയോഗിക്കുക. സുഗന്ധമില്ലാത്ത സ്പ്രേ, അത് നല്ല സുഗന്ധം ഉണ്ടാവും, അടുത്തു പോകുമ്പോൾ ആളുകൾക്ക് കൃത്യമായി മണക്കാൻ സാധിക്കും. അള്ളാന്റെ റസൂൽ കൃത്യമായി വിലക്കിയതാണ്. എന്തുകൊണ്ടാണത്? സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്, ഏത് കവിത നിങ്ങൾ എടുത്തു നോക്ക്, ഏത് കഥകൾ, അവിടെയൊക്കെ സ്ത്രീ സൗന്ദര്യമാണ് വർണ്ണിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു പുരുഷൻ ഇതിലൂടെ നഗ്നമായിട്ട് നടന്നാൽ അയാൾ പുരുഷനും നോക്കൂല, സ്ത്രീക്കും നോക്കൂല, അയാൾ നാട്ടുകാർ തല്ലും. എന്നാൽ ഒരു സ്ത്രീ, കാണാൻ കൊള്ളാവുന്ന ഒരു സ്ത്രീ നഗ്നമായി നടന്നു കഴിഞ്ഞാൽ ആ സ്ത്രീയെ പുരുഷനും നോക്കും, സ്ത്രീയും നോക്കും. അതാണ് സൈക്കോളജി പറയുന്നത്. ഒരു സ്ത്രീയുടെ നഗ്നത പുരുഷന്മാര് മാത്രമല്ല ആസ്വദിക്കുക, സ്ത്രീകൾക്കടക്കം സ്ത്രീകളുടെ നഗ്നത ആസ്വദിക്കാൻ സാധിക്കുമെന്നാണ് ആധുനിക സൈക്കോളജി കൂടി നമുക്ക് പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് അത് എത്രത്തോളം മൂടി വെക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നത്. അങ്ങനെ ആ നഗ്നത പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ വസ്ത്രമിട്ടിട്ടും വസ്ത്രം ഇടാത്തതുപോലെ പർദ്ദക്കിങ്ങനെ ശരീരത്തെ ഒട്ടിച്ചു വെച്ചതുപോലെ ഒട്ടിച്ചു വെച്ച പോലെ ഉണ്ടാവുക.
ഒട്ടിച്ചു വെച്ചതുപോലെ. എന്തൊരു കഷ്ടപ്പാടാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പെൺകുട്ടികളുടെ വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ ചെറുപ്പം തൊട്ട് അവരെ പഠിപ്പിക്കണം. ഈ 4-5 വയസ്സുള്ള കുട്ടികൾക്ക് ഫാഷൻ പരേഡിന് പോകുന്നത് പോലെയുള്ള ഡ്രസ് ഇട്ട് കൊടുക്കും ചില ഉമ്മമാർ. അത് ശീലം പഠിപ്പിക്കാണ്, ഒരു ഹാബിറ്റ് പഠിപ്പിക്കാൻ. 5-ാമത്തെ വയസ്സിൽ നിങ്ങൾ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 15-ാമത്തെ വയസ്സിൽ ആ കുട്ടി അത് ആഗ്രഹിക്കും. പിന്നെ അതിനെ പറഞ്ഞിട്ട് എന്താണ് കാര്യം? ചൊട്ടയിൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ശീലം ചുടല വരെ ആ കുട്ടിയെ പിന്തുടരും. അതുകൊണ്ട് മാന്യമായ വസ്ത്രധാരണം പെൺകുട്ടികൾക്ക് ഒരകവായി പഠിപ്പിക്കണം, ഒരു ഒതുക്കമായി പഠിപ്പിക്കണം. അവർക്ക് എപ്പോഴെങ്കിലും പുറത്തേക്കൊക്കെ പോകുമ്പോൾ 4-5 വയസ്സുള്ള കുട്ടികൾക്കൊന്നും വസ്ത്രം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലെ നല്ല ഭംഗിയുണ്ട് മോളെ, അതിനൊരു പ്രോത്സാഹനം നൽകുക, അതിനൊരു അകമത്തുണ്ട്, അതിനൊരു ബഹുമാനം ഉണ്ടെന്ന് അവരെ പഠിപ്പിക്കുന്നത് ഉമ്മത്തിന്റെ ബാധ്യതയാണ്. അത് ചെയ്യാതെ പിന്നെ അവർക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവസാനമായി ആ രക്തത്തിന്റെ പുഴയിലൂടെ നീന്തി വരുന്ന മനുഷ്യൻ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ. ഇവിടെ ഈ സ്റ്റേജിന്റെ മുകളിൽ കുറച്ച് ഏതാനും മില്ലി രക്തം ഇവിടെ ഒന്ന് മറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, 2 ദിവസം കഴിഞ്ഞാൽ ഇവിടെ ഒരാൾക്ക് ഇരിക്കാൻ പറ്റൂല. മണത്തിട്ട് നാറിയിട്ട് ആ രക്തം അവിടെ കട്ട പിടിക്കും. വളരെ വൃത്തികെട്ട സ്മെല്ല് ആ രക്തത്തിൽ നിന്നുണ്ടാവും. അറവുശാലകളുടെ പുറത്തുകൂടെ പോകുമ്പോഴുള്ള ആ സ്മെല്ലില്ലേ, അത്രയും കുറച്ച് രക്തത്തിന് പോലും നമ്മുടെ നാസാരന്ധ്രങ്ങളെ മത്തുപിടിപ്പിക്കാൻ കഴിയുന്ന രൂക്ഷമായ ഗന്ധമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള രക്തത്തിന്റെ പുഴയിലൂടെ നീന്തേണ്ടി വരുന്ന ഒരു മനുഷ്യന്റെ ഗതികേടിനെ കുറിച്ച് നിങ്ങൾ ഓർത്തു നോക്ക്. എത്ര കാലം, സഹസ്രാബ്ദങ്ങളോളം കഥപ്പൊഴിയാതെ ആ മനുഷ്യൻ ആ നദിയിലൂടെ അങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ആരാന്നറിയാൽ? പലിശയുമായി ബന്ധപ്പെട്ട മനുഷ്യൻ. ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല മുസ്ലിം ഉമ്മത്തിന് പലിശയുമായി ബന്ധപ്പെടാൻ. ഒരു പ്രശ്നവുമില്ല, വളരെ സിമ്പിളാണ്. എന്തെങ്കിലും ചെറിയ വിഷയം വരുമ്പോ ഇതാ പണയം വെച്ചോ. വെക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല, കാരണം സ്വർണത്തിന് ഓരോ ദിവസം വില ഇങ്ങനെ കൂടി വരല്ലേ. വാങ്ങിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ പണയം വെച്ചോളൂ. വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണ്? സ്വർണവും പൈസയാണ്. പക്ഷെ പണയം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് അള്ളാഹുവിന്റെ തൃപ്തിയും കിട്ടുന്നത് അള്ളാഹുവിന്റെ ശാപവും കോപവുമാണ്. വീട്ടിലേക്ക് ശൈത്താനെ വിളിച്ചു വരുത്തി കുടിയിരുത്താൻ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, പലിശ ഉപയോഗിക്കരുതെന്നല്ല ഞാൻ പറയും. പലിശ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. ചിന്തിച്ചാൽ അവിടെ തൊട്ട് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ശാപം ഇറങ്ങാൻ തുടങ്ങും ആകാശത്തുനിന്ന്. വെറുതെ പറയില്ല, എത്രയോ മനുഷ്യന്മാരുടെ ജീവിതം, എത്രയോ ആളുകളുടെ ജീവിതം ദുനിയാവാസം നഷ്ടപ്പെട്ട് പലിശയിൽ നിന്ന് പലിശ വരെ വേറൊന്ന് ഈ പള്ളി കമ്മിറ്റികൾ പലിശയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടാനും പാടില്ല. എന്റെ വീട് നാളെ മറ്റന്നാൾ ജപ്തിയായിരിക്കും, ജപ്തിയാവട്ടെ, വേറെ വീടെടുത്തോളങ്ങൾ. ആ വീട് ജപ്തിയിൽ നിന്ന് മാറ്റിയിട്ട് ഞാനൊക്കെ പണ്ട് കുറെ മുന്നൊക്കെ ഇത്തരം വിഷയങ്ങൾ ഇടപെട്ടിരുന്നു. പക്ഷെ ഇന്ന് പലിശയുമായി ബന്ധപ്പെട്ട് ആര് സമീപിച്ചാലും വളരെ മുറിച്ചു പറയാറുണ്ട്. കാരണം നമ്മൾ പോലും അറിയാതെ അത്തരം വിഷയങ്ങൾ ഇൻവോൾവ് ആവാൻ. ശപിക്കപ്പെട്ട വിഷയമാണ് പ്രിയപ്പെട്ടവരെ. പലിശയുടെ 70 ഇനങ്ങളിൽ ഏറ്റവും ചെറുത്, ഏറ്റവും ഗൗരവം കുറഞ്ഞത് സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ അത്രയും ഗൗരവത്തിൽ അള്ളാന്റെ റസൂൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിന് നമുക്കെന്താ ഗൗരവമില്ല പ്രിയപ്പെട്ടവരെ? നമുക്കെന്താ ഗൗരവമില്ലാത്തത്? കള്ളു കുടിക്കുന്നതിനേക്കാൾ വൃത്തികേട്. ഒരു കള്ളുകുടിയനും ഒരു കള്ളു കുടിക്കുന്ന മനുഷ്യൻ കള്ളു കുടിച്ചിട്ട് റോഡിലൂടെ ഞാൻ ആടിപ്പാടി നടക്കാൻ, വേറൊരു പള്ളി പ്രസിഡന്റ് മാസാമാസം ബാങ്കിലേക്ക് ഇങ്ങനെ പലിശ ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറയാ, ആ കള്ളുകുടിയനാണ് എനക്കാൾ നല്ലത്. ആ കള്ളുകുടിയനാണ് എനക്കാൾ നല്ലത്. കാരണം മദ്യത്തെക്കാൾ ഭീകരമായ തിന്മയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് പലിശ. ഉമ്മത്തിന് ബോധമുണ്ടോ? ഏതെങ്കിലും 2 സ്ത്രീകൾ പർദ്ദക്കിട്ട് ഏതെങ്കിലും കള്ളുഷാപ്പിന്റെ പുറത്ത് പോയി ക്യൂ നിന്നാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ എന്തോട് പർദ്ദയിട്ടിട്ട് കള്ളുഷാപ്പിന്റെ പുറത്തോ? എന്നാൽ ഇതേ സ്ത്രീകൾ ബാങ്കിന്റെ മുന്നിൽ പോയിട്ട് നിൽക്കട്ടെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉമ്മത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമുക്ക്? പ്രിയപ്പെട്ടവരെ, എവിടെയാണ് നമ്മൾ ദീനിന്റെ പ്രയോറിറ്റീസ് ഒക്കെ എവിടുന്നാണ് പഠിച്ചത്? എവിടുന്നാണ് നമ്മളത് മനസ്സിലാക്കിയത്? പ്രിയപ്പെട്ടവരെ, ഈ 4 തിന്മകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ച 4 തിന്മകൾ. നന്മ കേട്ടിട്ട് ആ നന്മ ജീവിതത്തിൽ പകർത്താതെ ഇതെല്ലാം കേട്ടിട്ട് വീണ്ടും പലിശയുമായി ഇടപഴകാൻ പോകുന്നവർ, അവരുടെ തല നാളെ ചതക്കപ്പെടും. മരണപ്പെട്ട് കഴിഞ്ഞാൽ അത് ഖിയാമത്ത് നാൾ വരെ തുടരുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗീബത്തും നമീമത്തുമായി ജീവിതത്തെ മലിമത്തപ്പെടുത്തിയവർ അവരുടെ കവിളും ചുണ്ടും വലിച്ചു കീറപ്പെടുമെന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഗ്നതാ പ്രദർശനം നടത്തി വസ്ത്രമിട്ടിട്ടും തങ്ങളുടെ നഗ്നതകൾ പുറത്തു കാണുമാർ നടന്ന ആണിനെയും പെണ്ണിനെയും ഭീകരമായ ശിക്ഷ ബർസഖിന്റെ ലോകത്ത് കാത്തിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പലിശയുമായി ഏറ്റവും ചെറിയ ഇടപാടുകൾ വരെ നടത്തുന്ന മനുഷ്യന് നരകത്തിൽ അതിഭയാനകവും ഭീകരവും ഭീവത്സവുമായ ശിക്ഷ കാത്തു നിൽക്കുന്നതിന്റെ ഒപ്പം തന്നെ ബർസഖിയായ ലോകത്ത് പടച്ചറപ്പ് അതിഭയങ്കരമായ ശിക്ഷ കൊണ്ട് അവനെ പിടിച്ചു കുലുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഖബർ ജീവിതം നിന്റെ ഇക്റാമ് കൊണ്ട് നിറയുന്ന ഒന്നായി ഞങ്ങൾക്ക് മാറ്റി തരണേയുള്ള അല്ലാഹുവേ, ഖബർ ജീവിതത്തിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ സമാശ്വാസത്തോടെ വിശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണയല്ല. അല്ലാഹുവേ, നിന്റെ എല്ലാ കൽപ്പനകളും കൃത്യമായി പാലിക്കുന്ന, നിന്റെ എല്ലാ നിരോധനങ്ങളിൽ നിന്നും കൃത്യമായി മാറി നിൽക്കുന്ന നല്ല മനസ്സുള്ള മനുഷ്യരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തുകയും ചെയ്യണം. റബ്ബേ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.